ഈ ദൂതിൻ്റെ തലക്കെട്ടിതാണ് an example of grace. കൃപയുടെ ഒരു അടയാളം, കൃപയുടെ ഒരു അടയാളം. അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയാച്ചൻ വളരെ ശക്തമായി ഊന്നി പറഞ്ഞതായ ഒരു വാക്കാണ് അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞു, സ്തോത്രം ദൈവത്തിൻ്റെ കൃപ. പാട്ടിലും പ്രാർത്ഥനയിലും സ്തോത്രം പ്രസംഗത്തിലുമൊക്കെ നാം കേൾക്കുന്നതായ സർവ്വസാധാരണമായ ഒരു വാക്കാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. What do you mean by the grace of God? എന്താണ് ദൈവത്തിൻ്റെ കൃപ? റോമാലേഖനം 4:4 വായിക്കുമ്പോൾ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും പകരുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് ദൈവത്തിൻ്റെ കൃപ എന്ന് എഫെസ്യർ 2:6-8 വരെ പറയുന്നു. ഒരിക്കൽ കൂടെ, നാം ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരിനെ ദൈവം എഴുതി. നാം ദൈവമക്കളായത് തേങ്ങ ഉടച്ചത് കൊണ്ടോ, കർപ്പൂരം തെളിയിച്ചത് കൊണ്ടോ, പുണ്യം കുരിശ് മുത്തിയത് കൊണ്ടോ, ഏതോ പാരമ്പര്യത്തിൽ പോയി കർമ്മം ചെയ്തത് കൊണ്ടോ അല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് കൃപയാൽ നാം രക്ഷിക്കപ്പെടുകയുണ്ടായി. കൃപയാൽ നാം രക്ഷിച്ചു. 2 കൊരിന്ത്യർ 8:9 പറയുന്നു, കൃപയാലാണ് ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതുന്നത്. അർത്ഥം, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, സഞ്ചരിക്കുന്ന വാഹനം, പാർക്കുന്ന വീട്, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, സ്തോത്രം, നാം അനുഭവിക്കുന്ന ഭൗതികവും ആത്മീയമായിട്ടുള്ള സകല കാര്യങ്ങളും അതേ ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മേക്കാൾ ആരോഗ്യമുള്ളവരും നമ്മേക്കാൾ ആഹാരം നന്നായി കഴിച്ചവരും നല്ല ഡോക്ടർമാരുടെ അടുക്കൽ പോയി ചികിത്സ തേടിയവരുമായ പലർ മണ്ണിനടിയിൽ പോയപ്പോൾ ദൈവകൃപയാൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് കൃപയാൽ ആരോഗ്യത്തോടെ ദൈവം നമ്മെ സൂക്ഷിക്കുകയുണ്ടായി. സ്തോത്രം. നമ്മിലൂടെ ദൈവം ചലിക്കുന്നു എങ്കിൽ, നമ്മിലൂടെ ശുശ്രൂഷയിലൊക്കെ എന്തെങ്കിലും ദൈവം ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ അധ്വാനമല്ല, ഞാനല്ല അധ്വാനിച്ചത്. 1 കൊരിന്ത്യർ 15:10 എന്നിലുള്ളതായ ദൈവത്തിൻ്റെ കൃപയത്രേ. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് അനുഗ്രഹിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നത്, കൃപയാലാണ് നാം ബലപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ശുശ്രൂഷയിൽ സക്സസ് ആയി ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നത്. കൃപയുള്ളവനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. കൃപയുള്ള സെരുബാബേൽ പറയും, എൻ്റെ മുൻപിലുള്ള ഹേ മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമി ആയിത്തീരും. നീ രാത്രി കൃപയുള്ളവർ അധരങ്ങളെ തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്നതായ സകല പർവ്വതങ്ങളും ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ വന്നെത്തിയിരിക്കുന്നത് നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവകൃപയാൽ അത് സമഭൂമിയായിരിക്കും. ശുശ്രൂഷകയ്ക്ക് എതിരെയാകട്ടെ, ജീവിതത്തിനെതിരെയാകട്ടെ, കുടുംബത്തിനെതിരെയാകട്ടെ, കൃപയുണ്ടോ അപ്പുറത്ത് പർവ്വതവും ഇപ്പുറത്ത് നീയമായിരിക്കാൻ കഴിയത്തില്ല. കൃപ ചലിക്കുന്നതാണ്, കൃപ പ്രവർത്തിക്കുന്നതാണ്, കൃപ നിന്റെ വിഷയത്തിന് പരിഹാരം തരുന്നതാണ്. ദൈവം കൃപയുടെ ദൈവമാണ്. ദാവീദ് പറയുന്നു, ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയ നിമിത്തം, ദൈവത്തിൻ്റെ മേഴ്സി, ഇംഗ്ലീഷിൽ മിക്കവാറും ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ദാവീദ് എന്ന പുരുഷൻ 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. ദാവീദേ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ അഥവാ ദയ നീ അനുഭവിച്ചിട്ടുണ്ടോ? അവൻ പറയും, സ്തോത്രം, വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവകൃപ അനുഭവിച്ചതായ വ്യക്തികളിൽ ഒരാൾ ഞാനാണ്. കാരണം എൻ്റെ അപ്പൻ സ്തോത്രം രാജാവല്ല, എൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല, പക്ഷെ ഞാൻ രാജാവാണ്. ഞാൻ ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്. സ്തോത്രം. ധാരാളം സങ്കീർത്തനം ഞാൻ എഴുതിയവനാണ്. ഞാൻ ചെന്നിടത്തൊക്കെ ദൈവം എനിക്ക് മഹാജയം നൽകി. എൻ്റെ 17 വയസ്സിന് മുൻപേ സ്തോത്രം ഞാൻ വലിയ പോരാളി ആയിരുന്നു. എനിക്ക് നേരെ വാവിളർന്ന കരടിയെ ഞാൻ കീറിക്കളഞ്ഞു. എൻ്റെ മുൻപിൽ വന്ന സിംഹത്തെ ഞാൻ തകർത്ത് കളഞ്ഞു. എൻ്റെ 17ാമത്തെ വയസ്സിൽ പ്രസിദ്ധമായ ഒരു കാര്യം നടന്നു. എൻ്റെ മുൻപിൽ നിന്ന് വെല്ലുവിളിച്ച ഗോലിയാത്തിനെ അവൻ്റെ വാളിൽ അവൻ്റെ തലയെ വെട്ടിയെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയുണ്ടായി. എങ്ങാണ്ട് മരുഭൂമിയിൽ കിടന്നതായ ഞാൻ സ്തോത്രം ഇതാ കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരത്തിൽ ഞാൻ പറന്നല്ല എത്തിയത്, ദൈവത്തിൻ്റെ കൃപയാലാണ് എത്തിയത്. സ്തോത്രം. എൻ്റെ അപ്പൻ രാജാവല്ല, ഇശായി രാജാവല്ല, എൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല. കൊട്ടാരം ഞാൻ കണ്ടിട്ടില്ല. കൊട്ടാരത്തിൻ്റെ പ്രോട്ടോകോൾ, കൊട്ടാരത്തിൻ്റെ നടപടി എന്തെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കൃപ തന്ന് എന്നെ ചക്രവർത്തി ആക്കി തീർത്തു. കമാൺ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും എനിക്ക് തന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അധരങ്ങളെ തുറന്ന് കമാൺ ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ.
അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെക്കാൾ പ്രാർത്ഥിച്ചവരുണ്ട്, നമ്മെക്കാൾ ഉപവസിച്ചവരുണ്ട്, നമ്മെക്കാൾ എന്തൊക്കെയോ ദൈവത്തിൻ്റെ മുൻപിൽ ചെയ്തവരുണ്ട്. പക്ഷേ അവർ ഒഴിഞ്ഞപ്പോൾ ദൈവം നിന്നെ നിറച്ചു. അവരെക്കാൾ അപ്പൻ തന്നെ മക്കളെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഇന്നലകളിൽ മാത്രമല്ല ഇന്നും ദൈവം തന്നെ നടത്തുവാൻ പോകുന്നു. ഞാൻ പ്രവചിച്ചു പറയട്ടെ, നീ കണ്ടിട്ടില്ലാത്ത മേഖലകളെ നീ കീഴടക്കുവാൻ തക്കവണ്ണം വീണ്ടും ദൈവം നിന്നെ നടത്തുവാൻ പോകുകയാണ്. കൃപ തന്ന വഴി നടത്തിയവനായ ദൈവം. പക്ഷേ ദാവീദ് പറയും, എൻ്റെ ലൈഫിൻ്റെ ആരംഭം വെറും വേസ്റ്റായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം വെറും മോശമാണ്. കാരണം എൻ്റെ അപ്പൻ ഇശായി അത്ര നല്ല മനുഷ്യനല്ല. അദ്ദേഹത്തിന് യൂറോപ്യൻ സൈഡിൽ, സ്തോത്രം, യൂറോപ്യൻ സൈഡിൽ മിക്കവാറും ഇറ്റലി അല്ലെങ്കിൽ സ്പെയിൻ തുടങ്ങിയതായ ഏതോ യൂറോപ്യൻ സൈഡിലുള്ള യൂറോപ്പിലുള്ള ഏതോ ഒരു സ്ത്രീയുമായി ഒരു അവിഹിതത്തിൽ ഉണ്ടായതായ ഒരു ബാലനാണ് ദാവീദ്. ദാവീദിൻ്റെ അമ്മ, സ്തോത്രം, ഇസ്രായേൽ യഹൂദ വംശത്തിൽ പെട്ടവർ അല്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ സ്കിൻ കളർ, ദാവീദിൻ്റെ തൊലി നിറം, ഹെയർ കളർ, തൻ്റെ തലമുടിയുടെ നിറം തൻ്റെ സഹോദരന്മാരെ പോലെയല്ല. അവൻ്റെ അമ്മ യൂറോപ്യൻ സൈഡിലായതുകൊണ്ട് അവൻ കുറച്ചുകൂടെ, സ്തോത്രം, വൈറ്റിഷ് ആണ്, കുറച്ചുകൂടെ നല്ല വെളുത്ത പവിഴ നിറമുള്ളവൻ എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതുപോലെ തന്നെ അവൻ്റെ തലമുടി ഇസ്രായേൽ സൈഡിലുള്ള യഹൂദൻ്റേതാണെങ്കിൽ നമ്മെപ്പോലെ നല്ല ഡാർക്കായിരുന്നു അന്ന്. പക്ഷേ ഇവൻ്റെ, സ്തോത്രം, തലമുടി അങ്ങനെയല്ല, കുറച്ച് ബ്ലൗണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൗണിഷ് ആണ്. അവൻ്റെ സഹോദരന്മാരെ പോലെയല്ല അവൻ. നിങ്ങൾക്കറിയാം, സ്തോത്രം, കാക്കക്കൂട്ടിൽ കുയിൽ കുഞ്ഞിനെ തള്ളിയിട്ട് കാക്കകൾ കുയിലിനെ വേട്ടയാടുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. അതേ കുയിൽ കുഞ്ഞിനെ കാക്കകൾ വേട്ടയാടാറുണ്ട്, അല്ലെങ്കിൽ കൊത്തി വേദനിപ്പിക്കാറുണ്ട്. കാരണം നീ ഞങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് കാക്കകളെല്ലാം കുയിലിനെ, സ്തോത്രം, തങ്ങളുടെ കൂട്ടിൽ നിന്ന്, സ്തോത്രം, കൊത്തി താഴെയിടുകയും അതിനെ ആക്രമിക്കുകയും ചെയ്യുന്നത് പോലെ ആ കുടുംബത്തിൻ്റെ നടുവിൽ സ്കിൻ കളർ, തൊലി നിറം, സ്തോത്രം, സഹോദരന്മാരെ പോലെയല്ല. ഹെയർ കളർ, തലമുടിയുടെ നിറം സഹോദരന്മാരെ പോലെയല്ല. ആ വീട്ടിൽപ്പെട്ടവനെ പോലെ അല്ല എന്നതുകൊണ്ട് സഹോദരന്മാരും പ്രത്യേകിച്ച് തൻ്റെ പിതാവും ദാവീദിനെ ഭയങ്കരമായി, സ്തോത്രം, റിജക്റ്റ് ചെയ്തിരുന്നു, തിരസ്കരിച്ചിരുന്നു. ഇന്ന് രാത്രിയിലും മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുന്നു എങ്കിൽ, മറ്റുള്ളവർ നിന്നെ തള്ളിയിരിക്കുന്നു എങ്കിൽ നീ അവരെ പോലെ അല്ല. നീ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവർ നിന്നെ സ്വീകരിക്കുമായിരുന്നു. ഇന്ന് രാത്രി നന്മയ്ക്കായി ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ ദർശനം അവരെ പോലെയല്ല, നിൻ്റെ ആഗ്രഹങ്ങൾ അവരെ പോലെയല്ല, നിൻ്റെ അഭിഷേകം അവരെ പോലെയല്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ ശുശ്രൂഷയും അവരെ പോലെയല്ല. അതുകൊണ്ടാണ് അസൂയമൂത്തവർ എനിക്കില്ലാത്തത് നിനക്കുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ തുറിച്ചു നോക്കുന്നത്. ഇത് ചതിക്കുന്ന ലോകമാണ്, ഇത് കൂടെ നിന്ന് ചതിക്കുന്ന ലോകം, ഇത് തള്ളിപ്പറയുന്നതായ ലോകം, ഇത് തിരസ്കരിക്കുന്ന ലോകം. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ചരിത്രം അങ്ങനെ തന്നെ താൻ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. രണ്ടറ്റവും ചേർത്ത് പറയട്ടെ, എവിടെയാണോ മനുഷ്യൻ നിന്നെ തള്ളുന്നത്, താങ്ങുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണോ മനുഷ്യൻ നിന്നെ തിരസ്കരിക്കുന്നത്, അവിടെ സെലക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അപ്പൻ അവനെ തള്ളി, അമ്മ അവനെ തള്ളി, എന്നാൽ ദൈവമായ കർത്താവ് അവനെ സെലക്ട് ചെയ്തു. ദൈവം അവനെ സ്വീകരിച്ചു. ഇന്ന് രാത്രി വീട്ടുകാർക്ക് എന്നെ വേണ്ട, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ വേണ്ട, അണയ്ക്കേണ്ടവർ എന്നെ അടിച്ചിരിക്കുന്നു, ഉയർത്തേണ്ടവർ എന്നെ താഴ്ത്തിയിരിക്കുന്നു, മുറിവ് കെട്ടേണ്ടവർ എന്നെ മുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നുറുങ്ങുന്ന ഹൃദയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ പട്ടം ജംഗ്ഷനിലിരിക്കുന്ന PSC നിന്നല്ല, പകരം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന്, പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നല്ല നിനക്ക് സെലക്ഷൻ വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. പേയാട് ദേശത്തിലാകട്ടെ, പള്ളിമുക്കിലാണോ, കുണ്ടാങ്കടവിലാണോ, സ്തോത്രം, പ്രാരത്താണോ, മുളയറാണോ, എവിടെ നിന്നാണ് നീ വന്നിരിക്കുന്നതെങ്കിലും ആ ദേശനിവാസികൾ അമ്പരക്കുമാറ്, നിന്റെ ബന്ധുക്കൾ അതിശയിക്കുമാറ് വലിയൊരു ദൈവപ്രവൃത്തിക്കായി ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ കൃപയാൽ പുതിയൊരു ചരിത്രം മെനയുവാൻ ആരും ചെയ്തിട്ടില്ലാത്തത്, ആരും കണ്ടിട്ടില്ലാത്തത്, നാളിതുവരെ ആരിലൂടെ നടന്നിട്ടില്ലാത്തത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ പോകുന്നു. ഈ ദൈവദാസന്മാരെ നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഞാൻ കാണാൻ പോകുകയാണ് നിങ്ങളുടെ ശുശ്രൂഷകളിൽ ആരും ചെയ്യാത്തത് ദൈവം
ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ പോകുന്നു. ആ സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ഏറ്റെടുത്താട്ടെ. ആരും എഴുതാത്ത സങ്കീർത്തനം, ആരും പാടാത്തതായ സ്തുതിഗീതങ്ങള്, ആരും ഇരുന്നിട്ടില്ലാത്ത സിംഹാസനം, ആരും കീഴടക്കാത്ത യെരൂശലേം. സ്തോത്രം. അങ്ങനെ കടന്നു പോകുന്നു. അതേ ദാവീദിന്റെ ലിസ്റ്റ്. ആരും കീറാത്തതായ, ആരും തകർക്കാത്തതായ കാട്ടുമൃഗങ്ങള്, ആർക്കും തൊടുവാൻ കഴിയാത്തതായ സ്തോത്രം രാക്ഷസൻ അവന്റെ മുൻപിൽ വീഴുന്നു. കാരണം അപ്പൻ തള്ളി, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ താങ്ങുകയുണ്ടായി. വീട്ടിൽ നിന്ന് അവൻ തിരസ്കരിക്കപ്പെട്ട്, വീട്ടിൽ അവൻ സ്തോത്രം, വീട്ടിൽ ഈ ദാവീദ് സ്കിൻ കളർ, തൊലി നിറം വ്യത്യസ്തനാണ്, തലമുടി വ്യത്യസ്തനാണ്, ഇവനൊരു അപമാനത്തിൻ്റെ പുത്രനായി വീട്ടിലിരുന്നാൽ തനിക്ക് കുഴപ്പമാണെന്ന് ഇശായി കണ്ടിട്ട് അവൻ്റെ പക്കൽ കുറച്ച് ആടുകളെയൊക്കെ ഏൽപ്പിച്ച് മാനേജറാക്കി, ആടിൻ്റെ മാനേജറാക്കി ഇവനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ചിലത് തന്ന് നിന്നെ ഒതുക്കാറുണ്ട്. ഒരിക്കൽ കൂടെ, ചിലതൊക്കെ തന്ന് നിങ്ങളെ ഒതുക്കാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, കല്ലറയിൽ ഒതുങ്ങാത്തവൻ നിന്നെ നോക്കി പറയുന്നു, ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. കല്ലറയിൽ ഒതുങ്ങാത്തവൻ, അതുകൊണ്ട് നീ ഒതുങ്ങാൻ കഴിയത്തില്ല. നോവേ. സ്തോത്രം. കുറച്ച് ആടൊക്കെ കൊടുത്ത് അവൻ കാട്ടിലേക്ക് അവനെ പറഞ്ഞു വിട്ടു. വല്ല കാട്ടുമൃഗത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയി അവൻ ചത്തുപോകും, എങ്ങനെയെങ്കിലും വല്ല കാട്ടുമൃഗവും വന്ന് അവനെ കൊല്ലും എന്ന് പറഞ്ഞാണ് ആ ഹാർഡ് ഗ്രൗണ്ടിലേക്ക്, ആ വലിയ കഠിനമായ അവസ്ഥയിലേക്ക് അവനെ തള്ളിവിട്ടത്. സഹോദരി സഹോദരന്മാരെ, ആ കഠിനമായ അവസ്ഥ മനുഷ്യൻ അവന് കൊടുത്തത് ഉപകാരമായി, തിന്മയ്ക്കായി മനുഷ്യൻ ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാത്രിയിലും ഈ നവംബർ മാസം 17-ാം തീയതി ദൈവം സകലത നന്മയ്ക്കാക്കി തീർത്ത് അതേ വ്യാപരിക്കുന്നു. ദൈവം സകലത നന്മയ്ക്കാക്കുന്നു. ആ ഹാർഡ് ഗ്രൗണ്ടിൽ കിടന്ന് അവൻ സ്തോത്രം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങളുടെ ട്രെയിനിങ് കഠിനമായിരിക്കുന്നു, എത്രത്തോളം നിങ്ങളുടെ പരിശീലനം കഠിനമായിരിക്കുന്നു, അത്രത്തോളം വലിയ പ്രമോഷനാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. കാരണം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിനക്ക് ലോൺലി, നിനക്കൊറ്റയ്ക്കായിരിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. ആ കാട്ടിൽ കിടന്നവൻ ദൈവത്തെ തേടി, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ കാട്ടിൽ കിടന്നവൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ അവൻ ആരാധിച്ചു. That means he was seeking God. അവൻ ദൈവത്തെ അന്വേഷിച്ചു. നാട്ടിലൊരു രാജാവ് വന്നുണ്ടായിരുന്നു, അവൻ്റെ പേര് ശൗൽ എന്നാണ്. ശൗല് സ്തോത്രം ദൈവത്തെ തള്ളി, പക്ഷേ ദാവീദ് ദൈവത്തെ തേടി. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് വിചാരിച്ചു. നാട്ടിലുള്ള അതേ ശൗല് ദൈവത്തെ തള്ളി, പക്ഷേ ദാവീദ് എന്ന ബാലൻ ദൈവത്തെ തേടി. ആ ദൈവത്തെ തേടിയപ്പോൾ ചെറുക്കനിൽ ഒരു ചക്രവർത്തിയെ ദൈവം കണ്ടു. ആ ചെറുക്കനിൽ ദൈവം ഒരു ചക്രവർത്തിയെ കണ്ടു. There is a king is in that king kid. ആ കിഡ്, KID, ആ കിഡിൽ ഒരു കിങ് അതേ ദൈവം കണ്ടു. ആ ചെറുക്കനിൽ ഒരു ചക്രവർത്തിയുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ചില ചെറുക്കന്മാരിൽ ഉന്നതന്മാർ ഇരിപ്പുണ്ട്. ചില ചെറുക്കിമാരിൽ, നിന്റെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾ ചെറുക്കിമാരിൽ എന്തോ വലുത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഞെരുക്കം, ഇന്നത്തെ വെല്ലുവിളി, ഇന്നത്തെ കൊടുങ്കാറ്റ്, ഇന്നത്തെ തിരസ്കരണം, ഇന്നത്തെ സ്തോത്രം കണ്ണുനീരല്ല നീ ചിന്തിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത, നിന്റെ മാതാപിതാക്കൾക്ക് ചിന്തിപ്പാൻ കഴിയാത്ത വലിയ ഭാവിക്കായി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കാട്ടിൽ കിടന്ന് അവൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ തേടി. അവനൊന്നും അറിയത്തില്ല, ആരാധിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവനൊന്നും അറിയത്തില്ല, ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. വേറെ ഒന്നും അറിയത്തില്ല. അവന് സ്തുതിക്കാൻ അറിയാം, അവൻ ആരാധിക്കാൻ അറിയാം. അവൻ ആരാധിക്കാൻ അറിയാം, അവന് സ്തുതിക്കാൻ അറിയാം. ഇന്ന് രാത്രിയിലും ആരെങ്കിലും പറയുന്നു, ഈ ഗ്രൗണ്ടിലിരുന്ന് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് അറിയത്തില്ല, ഫിസിക്സ് അറിയത്തില്ല, ജോഗ്രഫി അറിയത്തില്ല, സ്തോത്രം എനിക്ക് ടെക്നോളജി അറിയത്തില്ല, പല സബ്ജക്റ്റിൽ ഞാൻ വീക്കാണ്, എനിക്കൊന്നും അറിയത്തില്ല. നിനക്കൊന്നും അറിയത്തില്ല. സ്തുതിക്കാൻ അറിയാമോ, ആരാധിക്കാൻ അറിയാമോ? നിന്നെ നാട്ടുകാർ കുനിഞ്ഞു നോക്കത്തില്ല, നിന്നെ അവർ തല ഉയർത്തി നോക്കുവാൻ പോകുന്നു. കമാൻ, നിനക്കൊന്നും അറിയത്തില്ല. എനിക്ക് സ്തുതിക്കാൻ അറിയാം, ആരാധിക്കാൻ അറിയാം, വേറെ ഒന്നും അറിയത്തില്ല എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ലൈഫ് തോറ്റതാകത്തില്ല, ജീവിതം തോറ്റതാകത്തില്ല. ആരാധിക്കുന്നവനെ, സ്തുതിക്കുന്നവനെ ജീവിതം ജയിച്ചതാകുവാൻ പോകുന്നു. ആ പിന്നിലിരിക്കുന്ന സഹോദരന്മാർ ഉൾപ്പെടെ 30 സെക്കൻഡ് ശബ്ദം ഉയർത്തി അല്പനേരം ദൈവത്തെ സ്തുതിക്കുന്നവന്റെ ജീവിതം ജയിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. Yes.
സ്തുതിക്കുന്നവൻ കാട്ടിലല്ല, സ്തുതിക്കുന്നവൻ നിശ്ചയമായി കൊട്ടാരത്തിലേക്ക് കയറും. സ്തുതിക്കുന്നവന് ഒരു പ്രൊമോഷൻ ഉണ്ട്, സ്തുതിക്കുന്നവന് പ്രൊമോഷൻ ഉണ്ട്. ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഏറ്റെടുക്ക്. ഡിസംബർ 31 തീരുന്നതിന് മുൻപ് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം നൽകി ഈ വർഷത്തിൽ തന്നെ ഒരു പ്രൊമോഷൻ ഉണ്ട്. ആരാധിക്കുന്നവന്, സ്തുതിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രൊമോഷൻ ഉണ്ട്. തിരുവചനം പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ അവൻ കൊട്ടാരത്തിലേക്ക് എത്തി. പക്ഷേ അതിന് മുൻപ് അവൻ സ്തോത്രം ദീർഘവർഷങ്ങൾ മരുഭൂമിയിലായിരുന്നപ്പോൾ വീട്ടുകാർക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട ഒറ്റപ്പെട്ട് അവൻ മരുഭൂമിയിൽ കിടക്കുകയാണ്. നാച്ചുറലി നിരാശനായി. ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം, ദാവീദ് മെഷീൻ അല്ലല്ലോ, ദാവീദ് കമ്പ്യൂട്ടർ അല്ലല്ലോ, ദാവീദ് മനുഷ്യനാണ്, എന്നെപ്പോലെ നിന്നെപ്പോലെ. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മനസ്സ് ഇടിയും, ഇടയ്ക്കിടയ്ക്ക് അവൻ നിരാശയുടെ താഴ്വരയിലേക്ക് താഴും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദാവീദ് പറഞ്ഞു, 1 ശമൂവേലിന്റെ പുസ്തകം 20:3, ഞാൻ മരണവുമായി ഒരടിയകലം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചു പോകും എന്നാണ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണ്. എന്നെങ്കിലും സ്തോത്രം, ഈ മരുഭൂമിയിൽ നിന്ന് ഞാൻ വെളി വരത്തില്ല, ഞാനിതാ ചത്തുപോകും, എനിക്കെങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ഞാനും മരണവുമായി ഒരടിയകലം മാത്രം. അങ്ങനെ തൻ്റെ പ്രാണൻ ചൂടാകുന്ന സമയത്ത് അവനൊരു ഫ്രണ്ടിനെ ദൈവം നൽകി, അവനൊരു കൂട്ടുകാരനെ നൽകി. കൂട്ടുകാരൻ എന്ന് പറയുന്ന കൂട്ടുകാരികൾ ഉള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. കൂട്ടുകാരികൾ കൈ ഉയർത്താതെ ആരെങ്കിലും ഇരിക്കുന്നവൻ അവനെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് സ്തോത്രം, സ്നേഹം കൊടുത്താലല്ലേ സ്നേഹം കിട്ടത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരുണ്ട്. ആരാണ് നിന്റെ കൂട്ടുകാർ? നിന്റെ മുറിവിൽ മുളക് പൊടിയും ഉപ്പും ഇടുന്നവരല്ല നിന്റെ കൂട്ടുകാർ. ഒരിക്കൽ കൂടെ, നിന്റെ മുറിവിൽ മുളക് പൊടിയും ഉപ്പും ഇടുന്നവരല്ല കൂട്ടുകാർ. നീ ആരോടെങ്കിലും പറയാണ്, അയ്യോ അല്പം ചെറിയൊരു തലവേദന പോലെ തോന്നുന്നു. ഉടനെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരൻ പറയുന്നു, തലവേദനയോ? കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരാളിനുണ്ടായിരുന്നു, ട്യൂമറായിരുന്നു, തട്ടിപ്പോയി എന്ന് പറയുന്നതല്ല നിന്റെ കൂട്ടുകാരൻ. മനസ്സിലാക്കുന്നോ? സ്തോത്രം, നിന്റെ മുറിവിൽ ഉപ്പും മുളക് പൊടിയും ഇടുന്നതല്ല കൂട്ടുകാരൻ. നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ്, നിന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നവനാണ്, നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് നിന്റെ കൂട്ടുകാരൻ. അങ്ങനെ ദാവീദ് മരുഭൂമിയിൽ കിടന്ന്, ജീവിതത്തിൻ്റെ ഭാരത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് കൂളൻ്റ് പോലെ, നമ്മൾ വന്ന മിക്കവാറും പേരുടെ കാറിൽ കൂളൻ്റ് ഉണ്ട്, കണ്ടില്ല? അതിനകത്തൊരു ദ്രാവകമുണ്ട്. എൻജിൻ ഭയങ്കരമായി ചൂടായി തീ പിടിക്കാതെ അതിനെ തണുപ്പിക്കുന്ന ഒരു കൂളൻ്റ് പോലെ. കാണാത്ത മണ്ഡലത്തിൽ കാണാൻ കഴിയത്തില്ല, കൂളൻ്റിനെ കാണാൻ കഴിയത്തില്ല, അതകത്ത് കിടക്കുന്ന സാധനമാണ്. ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇല്ലാതെ സ്തോത്രം കൂളൻ്റായി അവനെ തണുപ്പിപ്പാൻ ഇടയ്ക്കിടയ്ക്ക് ആ മരുഭൂമിയിൽ ഒരു സന്ദർശകനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് യോനാഥാൻ എന്ന അവൻ ശൗലിൻ്റെ സ്തോത്രം മകനാണ്, ശത്രുവിൻ്റെ മകനാണ്. ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രം എന്നല്ല ഞാൻ പറയുന്നത്, പകരം സ്തോത്രം ശൗലിൻ്റെ മകനാണ് യോനാഥാൻ. പക്ഷെ യോനാഥാന് ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് അവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനുണ്ടല്ലോ, അപ്പൻ അധികാരം ഇങ്ങനെ നീണ്ടു നിൽക്കത്തില്ല, അവൻ സിംഹാസനത്തിൽ ആ പൊസിഷനിൽ തുടരാൻ കഴിയാത്തത് അവന് പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. കമാൺ, നിങ്ങൾക്ക് മനസ്സിലായില്ല? പ്രസൻസ് ഉണ്ടെങ്കിലേ പൊസിഷൻ പെർമനൻ്റ് ആകത്തുള്ളൂ. പ്രസൻസ് ഉണ്ടെങ്കിലേ പൊസിഷൻ പെർമനൻ്റ് ആകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തതായ ആ ശൗലിന് ഈ പൊസിഷനിൽ തുടരുവാൻ കഴിയത്തില്ല. പക്ഷേ നിന്റെ മേൽ ദാവീദേ, നിന്റെ മേൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. നിനക്ക് പ്രസൻസ് ഉള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രസൻസ് ഉള്ളവന് ഒരു പ്രൊമോഷൻ ഉണ്ട്. അയൽവാസികളെല്ലാം നിന്നെ നോക്കി, ബന്ധുക്കൾ നിന്നെ നോക്കി, ദേൻ്റെ പെന്തിക്കോസ് പോകുന്നു, ദേൻ്റെ സ്തോത്രം പോകുന്നു, ദേൻ്റെ തുത്തു പോകുന്നു, ദേൻ്റെ ഹല്ലേലൂയ പോകുന്നു. അങ്ങനെയല്ലേ ഹല്ലേലൂയ പറഞ്ഞല്ലോ അമ്മാര്. സ്തോത്രം, അതെ ഹല്ലേലൂയ പോകുന്നു എന്ന് പറയുന്നവരെല്ലാവരും കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ നിന്നെ കുന്നിൽ ഇരുത്തിയവനാണ് ദൈവം. അതെ, സ്തോത്രം. പ്രസൻസ് ഉള്ളവന് ദൈവത്തിൻ്റെ കൃപയാൽ പ്രൊമോഷൻ ഉണ്ട്. അതുകൊണ്ട് യോനാഥാൻ വന്നിട്ട് ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു, ഇത് തുടരത്തില്ല, എൻ്റെ അപ്പൻ അതേ കൊട്ടാരത്തിലും തുടരത്തില്ല, നീ മരുഭൂമിയിലും തുടരത്തില്ല. ഒരു മാറ്റം വരാൻ പോകുന്നു. ആരോടാ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നത്? ഈ സ്ഥിതി, ഇന്നത്തെ ഈ ബുദ്ധിമുട്ടിൻ്റെ, വെല്ലുവിളിയുടെ ഡിസ്കംഫർട്ടായിരിക്കുന്ന ഈ സ്ഥിതി തുടരത്തില്ല. ദൈവം നിന്നെ ഓർക്കുന്ന ദിവസങ്ങളാണ്.
ദിവസമാണിത്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഇന്നലെ രാവിലെ കിഴക്ക് സൂര്യൻ ഉദിച്ചതുപോലെ കർത്താവ് വന്നില്ലെങ്കിൽ നാളെ രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നീതി നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന ദിവസങ്ങളാണ് ഇത്. അതുകൊണ്ട് സ്തോത്രം. അതെ ദാവീദേ, ഈ മരുഭൂമിയിൽ നിനക്ക് തുടരുവാൻ കഴിയത്തില്ല. നിശ്ചയമായി ദൈവം നിന്നെ ഓർക്കും, നീ രാജാവായി തീരും. യോനാഥാൻ പറഞ്ഞു, യു ആർ ഗോയിങ് ടു ബി ദ ഫസ്റ്റ് മാൻ ഇൻ ദിസ് നേഷൻ. ഈ രാജ്യത്തിൽ നീ ഒന്നാമനാകും. അങ്ങനെ നീ രാജാവാകുമ്പോൾ ഞാൻ രണ്ടാമനാകും, ഞാൻ മന്ത്രിയാകും. ഞാൻ മന്ത്രിയാണ്, നീ രാജാവാണ്. നീ രാജാവാണ്, ഞാൻ മന്ത്രിയാണ്. ഞാൻ മന്ത്രിയാകും, നീ രാജാവാകും. കറക്റ്റാണ്. ദാവീദ് രാജാവാകും. അതിനുവേണ്ടിയാണ് ദൈവം അവന് സ്തോത്രം അഭിഷേകം ചെയ്തത്. യോനാഥാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവർക്കൾക്ക്, പ്രവചനം കേട്ടിട്ടുള്ളവർക്കൾക്ക്, വാഗ്ദത്തമുള്ളവർക്കൾക്ക് വാഗ്ദത്തത്തിന് വില കൊടുത്താൽ മാത്രമേ ആ വാഗ്ദത്തത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, വാഗ്ദത്തം വല്ല പ്രവാചകനും പ്രവാചകിയും പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അത് കിട്ടത്തില്ല. വാഗ്ദത്തത്തിനനുസരിച്ച് നിന്റെ ലൈഫ് ഒരുക്കിയാൽ മാത്രമേ നിനക്കത് കിട്ടത്തുള്ളൂ. ചിലരൊക്കെ എന്നെ തുറിച്ചു നോക്കി, മനസ്സിലായല്ലോ, ദൂത് നീ കേട്ടു, വാഗ്ദത്തം കേട്ടു, പ്രവചനം കേട്ടു, നിന്റെ ലൈഫ് നീ ഒരുക്കിയില്ല. മാനസാന്തരപ്പെട്. എത്രത്തോളം നിന്റെ ജീവിതത്തിൽ നീ ഒരുക്കുന്നു അതനുസരിച്ച് മാത്രമേ ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയത്തുള്ളൂ. ദാവീദ് തൻ്റെ ജീവിതത്തെ ഒരുക്കിയത് കൊണ്ട് അവൻ രാജാവായി. പക്ഷേ യോനാഥാൻ തൻ്റെ ജീവിതത്തെ ഒരുക്കിയില്ല. യോനാഥാൻ പറഞ്ഞു, ബാബായ് നീ രാജാവാകും, ബാബായ് ടാറ്റ, ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു, അപ്പൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. എടാ, 2 ആഴ്ച കൂടെ നീ അവൻ്റെ കൂടെ മരുഭൂമിയിൽ നിന്നിരുന്നെങ്കിൽ കഥ വേറൊന്നായേനെ. 2 ആഴ്ച കൂടെ നീ വില കൊടുത്ത് ആ മരുഭൂമിയിൽ ദാവീദിൻ്റെ കൂടെ ഇരുന്നെങ്കിൽ സ്തോത്രം, കഥ മറ്റൊന്നായേനെ. അഭിഷേകം കളഞ്ഞവൻ്റെ കൂടെ നീ പാർക്കാതെ അഭിഷേകം ഉള്ളവൻ്റെ ഓ ഹല്ലേലൂയ. പൊളിറ്റീഷ്യൻ്റെ കൂടെ അല്ലടോ നീ കൂട്ടുപിടിക്കേണ്ടത്, അഭിഷിക്തൻ്റെ കൂടെയാണോ നീ കൂട്ടുപിടിക്കേണ്ടത്. സ്തോത്രം. അവൻ്റെ കൂടെ 2 ആഴ്ച നീ നിന്നിരുന്നെങ്കിൽ നിന്റെ ഭാവി മറ്റൊന്ന് ആയേനെ. പക്ഷേ യോനാഥാൻ നിർഭാഗ്യവശാൽ പറഞ്ഞു, ടാറ്റ ബാബായ്, പിന്നെ കാണാം. അവൻ പിരിഞ്ഞു. പിന്നെ ദാവീദ് അവനെ കണ്ടില്ല. കാരണം അടുത്ത യുദ്ധത്തിൽ, സ്തോത്രം, തിരുവചനം പറയുന്നു, അടുത്ത യുദ്ധത്തിൽ സ്തോത്രം അതുപോലെ ദാവീദും ശൗലും സ്തോത്രം യോനാഥാനും, ഒരിക്കൽ കൂടെ ശൗലും യോനാഥാനും അടുത്ത യുദ്ധത്തിൽ ഗിൽബോവ പർവ്വതത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ദാവീദ് വിലപിപ്പാൻ തുടങ്ങി, ദാവീദ് കരവാൻ തുടങ്ങി. ദാവീദ് കരഞ്ഞ് സ്തോത്രം, അതെ കരഞ്ഞ് വിലാപഗീതം അവൻ പാടി. പിന്നത്തേതിൽ സ്തോത്രം, വാഗ്ദത്തത്തിന് വേണ്ടി അവനൊന്നും ചെയ്തില്ല. വാഗ്ദത്തം അവന് വേണ്ടി ഹൈവേ ഒരുക്കി അവൻ രാജാവായി തീർന്നു. വാഗ്ദത്തത്തിന് വേണ്ടി നീ സ്തോത്രം നിന്റെ ലൈഫ് ഒരുക്കിയാൽ മതി. വിടരുന്ന പുഷ്പം പോലെ അത് നിന്നെ തേടി വരും. വിടരുന്ന പുഷ്പം പോലെ നിന്നെ തേട്. നീ ചിലപ്പോൾ വാഗ്ദത്തത്തിന് വേണ്ടി സഹായിച്ചാൽ ചിലപ്പോൾ ഇഷ്മായേലായിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ വാഗ്ദത്തം ജനിച്ചു വരുമ്പോൾ അത് ഇസഹാക്കായിരിക്കും. അത് നിന്നെ ശല്യപ്പെടുത്തുന്നതല്ല, അത് നിന്നെ ചിരിപ്പിക്കുന്നതായിരിക്കും. ദൂത് മനസ്സിലാക്കുന്നു. ആമേൻ പറഞ്ഞാട്. ദാവീദ് കാട്ടിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറി. ബിക്കോസ് ഹി became the king. അവൻ രാജാവായി തീർന്നു. ഇന്ന് രാത്രി ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് ഞാൻ പറയട്ടെ, അമേരിക്കൻ ഡോളറല്ല, വിദേശ യാത്രകളല്ല, ആരൊക്കെ നമ്മുടെ ചർച്ചിൽ വരുന്നു എന്നല്ല, ആരുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടു എന്നതല്ല, നമ്മുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമല്ല നമ്മളെ സക്സസ് ആക്കുന്നത്. നമ്മുടെ മേൽ, എൻ്റെ മേൽ, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നത്, ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്. അപ്പോൾ ആര് വിട്ടാലും നീ എന്നെ കൈവിടല്ലേ, ആര് തള്ളിക്കളഞ്ഞാലും നീ എന്നെ കൈവിടല്ലേ. ദാവീദ് തന്നെ മറ്റൊരവസരത്തിൽ നിലവിളിച്ചതുപോലെ ഈ തിങ്കളാഴ്ച രാത്രി ആരെങ്കിലും നിലവിളിച്ചേ, ഡോണ്ട് ടേക്ക് ദൈ ഹോളി സ്പിരിറ്റ് ഫ്രം മീ, എന്നിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതെ, അതുകൊണ്ട് ദാവീദിനെ സക്സസ് ആക്കി തീർത്തത് അവൻ്റെ പണമല്ല, അവൻ്റെ കണക്ഷൻ അല്ല, അവൻ്റെ നെറ്റ്വർക്ക് അല്ല, അവൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ല. അവനെ സക്സസ് ആക്കി തീർത്തത് അവനുണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾക്ക് കണക്ഷൻ AKG സെൻ്ററായിട്ടോ ഇന്ദിരാ ഭവനായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടായിരിക്കാം, വച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിനക്ക് ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നുമല്ല. നിനക്ക് ഉയർച്ച വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഒരിക്കലും മറന്നു പോകല്ലേ. അതെ, തിരുവചനം പറയുന്നു, ദാവീദ് രാജാവായി തീർന്നു. ദാവീദ് രാജാവായി തീർന്ന ആ സത്യം മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞു, എന്നെ ഇത്രത്തോളം ഉയർത്തിയത് ഇടയച്ചെറുക്കനായിരുന്ന എന്നെ രാജാവാക്കി, ഇടയൻ്റെ മകനാകുന്ന എന്നെ രാജാവാക്കി, കാട്ടിൽ കിടന്ന് എന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ അഡ്രസ്സ് മാറ്റിയത്.
ആരും സ്തോത്രം പറഞ്ഞില്ല. എൻ്റെ ടൈറ്റിൽ മാറ്റിയത്, എൻ്റെ അഡ്രസ്സ് മാറ്റിയത്, സ്തോത്രം എൻ്റെ സ്കൂളല്ല, എൻ്റെ കോളേജല്ല, എൻ്റെ ട്യൂഷൻ അധ്യാപകനല്ല, എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, 22 വർഷമായി അന്യം നിൽക്കുന്ന ദൈവത്തിൻ്റെ നിയമ പെട്ടകം ഞാൻ സ്തോത്രം കൊണ്ടുവരണം. ഐ നീഡ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ആർക്ക് ഓഫ് ദ കവനന്റ്. ദൈവത്തിൻ്റെ നിയമ പെട്ടകം അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്നാമതായി ഞാൻ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്ന ശേഷം രണ്ടാമതായി അവൻ പറഞ്ഞു, സ്തോത്രം ഈ സ്ഥാനത്തേക്ക് എന്നെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി, എന്നെ മാനസികമായി ബലപ്പെടുത്തിയ ഒരുത്തനുണ്ട്. എൻ്റെ കൂടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൂളൻ്റായി എന്നെ ബലപ്പെടുത്തി ഒരുത്തനുണ്ട്. അവൻ്റെ പേര് യോനാഥാൻ എന്നാണ്. പക്ഷേ കഷ്ടം, ദുഃഖം, ആ യോനാഥാൻ ഇന്നില്ല. യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് കൂടെ ഗിൽബോബ പർവ്വതത്തിൽ വെച്ച് മരിച്ചുപോയി. സഹോദരി സഹോദരന്മാർ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എനിക്ക് 100 കണക്കിനല്ല 1000 ദൈവമക്കളോട് നന്ദി പറവാൻ ഗുണം കഴിയും. സ്തോത്രം. പേയാട് അസംബ്ലീസോട് ചർച്ചയിൽ ഇരുന്ന് പോയ പല ദൈവദാസന്മാർ, ബെനറ്റ് പാസ്റ്റർ ആകട്ടെ, പലര് എന്നെ വിളിച്ച് പ്രസംഗിച്ച നല്ല ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. അതേ, എത്രയോ ദൈവദാസന്മാർ ആയിരിക്കുന്ന അദ്ദേഹം സ്തോത്രം എന്നെ വിളിച്ച് മീറ്റിംഗ് നടത്തിയ ഞാൻ ഓർക്കുന്നു. ഒന്ന് കയ്യോർത്ത് ദൈവദാസനെ, ഒന്ന് കയ്യോർത്ത്. സോ ഇവരൊക്കെ ഇങ്ങനെയുള്ള 100 കണക്കിനല്ല 1000 ദൈവമക്കളെ എനിക്ക് കാണുവാൻ ഗുണം കഴിയും. സോ ആ ബർന്നബാസിൻ്റെ കൈത്താങ്ങലുകളാണ്, ആ ബർന്നബാസിൻ്റെ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. അതാ ആ ബർന്നബാസിൻ്റെ കൈത്താങ്ങലുകളാണ് നമ്മളാക്കി തീർക്കുന്നത്. സ്തോത്രം. ആ ഗോവേണികളാണ് നമ്മളെ ഈ സ്ഥാനത്തേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എത്തിച്ചേർത്തത്. അതുകൊണ്ട് സ്തോത്രം, വന്ന വഴി ആരും മറക്കല്ല്. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. വന്ന വഴി ആരും ഒരിക്കലും മറക്കല്ല്. മേലോട്ട് മാത്രം നോക്കി സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കി താങ്ക് യു എന്ന് കൂടെ പറയാൻ എന്നുകൂടെ പറയാൻ ദൈവജനം പഠിക്കണം. മേലോട്ട് മാത്രം നോക്കി സുഖം സ്വസ്ഥം എന്ന് പറയുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്ക് സൈഡിലേക്കും കൂടെ നോക്കി നിങ്ങളുടെ കണ്ണുനീരിന് താങ്ക്സ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി, നിങ്ങൾ എന്നെ കരുതിയതിന് നന്ദി എന്നൊക്കെ പറവാൻ ഗുണം. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ അതേ നമ്മൾ ശ്രമിക്കണം. സ്തോത്രം. സോ ദാവീദിന് മനസ്സിലായി, എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു യോനാഥാൻ. വന്ന് പറഞ്ഞു, നോ നീ ഈ മരുഭൂമിയിൽ തൊലയത്തില്ല, ഈ മരുഭൂമിയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് നീ തീർന്നു പോകത്തില്ല, ഈ മരുഭൂമിയിൽ നീ ആത്മഹത്യ ചെയ്യത്തില്ല, ഈ മരുഭൂമികൾ കൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. എൻ്റെ അപ്പൻ റിമൂവ് ചെയ്യപ്പെടും, എൻ്റെ അപ്പൻ മാറ്റപ്പെടും, ആ വാക്വമിൽ നീ നടന്നു കയറും, നീ രാജാവാകും. അയ്യോ യോനാഥാനെ, നിന്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകൾ മുഴങ്ങുന്നു. പക്ഷേ യോനാഥാനെ, നീ ഇരിക്കേണ്ട ആ മന്ത്രി കസേര ഒഴിഞ്ഞു കിടക്കുന്നു. യോനാഥാനെ, സ്തോത്രം, നീ മരിച്ചു പോയല്ലോ. ദാവീദ് നൊമ്പരപ്പെട്ടു. അയ്യോ, നീ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ചിലർക്ക് തോന്നത്തില്ലേ, ചിലർ കൂടെ എൻ്റെ ലൈഫിൽ എൻ്റെ നന്മ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്നവരാണ്. എൻ്റെ കഷ്ടം, എൻ്റെ ദുഃഖം, എൻ്റെ കണ്ണുനീർ അവർ കണ്ടതാണ്. പക്ഷേ എൻ്റെ നന്മ അവർക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ദാവീദ് പറയുന്നു, എൻ്റെ നന്മ സ്തോത്രം നീ കണ്ടില്ല, ഇപ്പോൾ ഞാൻ നല്ല കാലത്ത് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് ഈ കാലത്താണെങ്കിൽ പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തി. ഇന്ന് തൻ്റെ രാജാവിൻ്റെ ദർബാർ ഹാളിൽ എല്ലാ ഉന്നതന്മാരെ വിളിച്ചു വരുത്തി താൻ ഒരു ഡിക്ലറേഷൻ, ഒരു പ്രൊപ്പഗൻഡ, ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഹേ ഇസ്രായേലിന്റെ രാജാവാകുന്ന ദാവീദാകുന്ന ഞാൻ കൽപ്പിക്കുന്നു, ഫോർ ദ സേക്ക് ഓഫ് യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? മൂന്നാമതൊരിക്കൽ കൂടെ, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഞെട്ടിക്കാണും. സ്തോത്രം. പുതിയ രാജാവ് പഴയ രാജാവിൻ്റെ ഗൃഹത്തിലുള്ള ആരെയെങ്കിലും അന്വേഷിക്കുമോ? ഒരിക്കലും അന്വേഷിക്കത്തില്ല. കാരണം പുതിയ രാജാവ് പഴയ രാജാവിൻ്റെ ശത്രുവാണ്. പഴയ രാജാവിൻ്റെ കുടുംബാംഗങ്ങൾ. സ്തോത്രം. ഒരുപക്ഷെ ഏതോ തിരുവനന്തപുരംകാര് പറയുമായിരിക്കും, ഹേ ദാവീദേ, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ, അമരെ തട്ടിക്കളയാനല്ലേ നീ അന്വേഷിക്കുന്നത്? തട്ടിക്കളയാനല്ലേ നീ അന്വേഷിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അതേ, നല്ല ആൾക്കാർ ലോകത്തിലുണ്ട്. നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്ന നല്ല ആൾക്കാർ, സ്തോത്രം, അതേ, ലോകത്തിലുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതേ, നല്ല ആൾക്കാരുണ്ട്, വിശാലമായി ചിന്തിക്കുന്നവർ, തങ്ങളെപ്പോലെ തന്നെ നമ്മെ കരുതുന്ന നല്ല ആൾക്കാർ ഒത്തിരി പേർ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദാവീദ് തിന്മയ്ക്കായിട്ടല്ല ചോദിക്കുന്നത്,
അവൻ നന്മയ്ക്കായി ചോദിക്കുന്നു. സ്തോത്രം. ഫോർ ദ സേക്ക് ഓഫ് ജോനഥാൻ ഹിസ് സമൺ ഈസ് റിമൈനിങ് ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് സൗൾ. ശൗലിന്റെ ഗൃഹത്തിൽ, സ്തോത്രം, അതെ, ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടോ? എന്തിനു വേണ്ടി? ആ കുടുംബത്തിൽ ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു. ആ യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് രാജ്യത്തിന് മുഴുവൻ അപ്രഖ്യാപനം അതേ മുഴങ്ങുകയുണ്ടായി. ദാൻ മുതൽ ബേർഷേബ വരെ മാത്രമല്ല, അങ്ങ് ഹെബ്രോനിൽ, യെരുശലേമിന്റെ എല്ലാ കോണുകളിൽ, ബെത്ലഹേമിലൊക്കെ 10,000-കണക്കിന് ആൾക്കാർ ഇവണ്ണം കേട്ടു, ഇതാ ഇസ്രായേലിന്റെ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശൗലിന്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ? കൊല്ലാനല്ല, തട്ടിക്കളയാനല്ല, ദയ കാണിക്കേണ്ടതിന്. ദയ കാണിക്കേണ്ടതിന്. മനുഷ്യൻ ഇതുവരെ മനുഷ്യൻ ഇതുവരെ നിന്നെ കാണിച്ചത് അവൻ്റെ കയ്പായിരിക്കാം. മനുഷ്യൻ നിന്നോട് കാണിച്ചത് നിന്നോടുള്ള പ്രതികാരമായിരിക്കാം. മനുഷ്യൻ നിന്നോട് കാണിച്ചത് അവൻ്റെ ക്രുക്കഡ്നെസ് ആയിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് മുൻപിൽ ഇരിക്കുന്ന നിന്നോട് സ്വർഗത്തിൽ ദൈവം പറയുന്നു, പുതിയൊരു സീസൺ നിന്റെ ലൈഫിൽ വന്നിരിക്കുന്നു. ഞാൻ നിന്നോട് ദയ കാണിക്കാൻ പോകുന്നു. ഞാൻ നിന്നോട് ദയ കാണിക്കാൻ വേണ്ടി പോകുന്നു. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. അപ്പോഴേക്കും ഒരു ശീബ വന്നു. ഒരു ശീബ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇപ്രകാരം ദാവീദിന്റെ ദർബാർ ഹാളിൽ നിന്നിട്ട് പറഞ്ഞു, അടിയൻ്റെ പേര് ശീബ എന്നാണ്. ശീബ എന്ന് പറയുന്നവൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരുവനെ അറിയാം. ശൗലിൻ്റെ ഗൃഹത്തിലുള്ള ഒരാളിനെയല്ലേ തിരുമനസ് രാജാവ് അന്വേഷിച്ചത്? അവൻ്റെ പേര് മെഫിബോശേത്ത് എന്നാണ്. മെഫിബോശേത്ത് എന്ന ഒരുവനെ എനിക്കറിയാം. ഞാൻ അവനെ കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയട്ടെ, ചില ടെക്സ്റ്റുകളിൽ, ചില സ്തോത്രം അതെ ഡിക്ഷണറികളിൽ എഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു യൂത പോലെയാണ് ശീബ കയറി വന്നിരിക്കുന്നത്. ഞാൻ അവനെ കാണിച്ചു തരാം. എന്തിനു വേണ്ടി? അവനെ തട്ടിക്കളയാൻ എന്നതുപോലെ. എന്നാൽ ദാവീദ് പറയും, സ്തോത്രം, അവനെ തട്ടേണ്ടതിനല്ല, അവനെ മാനിക്കേണ്ടതിനാണ് ഞാൻ അവനെ അന്വേഷിച്ചത്. ശീബ, സ്തോത്രം, ഈ യോനാഥാന്റെ മകൻ മെഫിബോശേത്തിനെ കൊണ്ട് ജീവിക്കുന്നവനാണ്. അവനിപ്പോൾ അവസരം കിട്ടിയപ്പോൾ, സ്തോത്രം, തൻ്റെ ശത്രു എന്ന് വിചാരിച്ച ദാവീദിന്റെ സന്നിധിയിൽ വന്ന് പറയുന്നു, സ്തോത്രം, ഞാൻ അവനെ കാണിച്ചു തരാം. ഇനാം എനിക്കുള്ളത് ഇങ്ങ് പോരട്ടെ, നിന്നെ വച്ച് എനിക്കുള്ളത് ഇങ്ങ് പോരട്ടെ, അവനെ വച്ചിട്ട് എനിക്കുള്ളത് പോരട്ടെ. സ്തോത്രം. യഥാർത്ഥ ഫ്രണ്ട്സ് അതല്ല കേട്ടോ. എന്ത് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടുന്നില്ല പേയാടുകാർ. എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് പൂമ്പടിയുടെ സ്തോത്രം, പൂമ്പടിയുടെ ചുറ്റും മൂളിപ്പറക്കുന്ന തേനീച്ച പോലെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരല്ല നിന്റെ ഫ്രണ്ട്. സ്തോത്രം പറ ഒരിക്കൽ കൂടെ. എന്ത് കിട്ടും എന്ന് പറഞ്ഞ് മൂളിപ്പറന്ന് നിന്റെ ചുറ്റും നിൽക്കുന്നവരല്ല നിന്റെ ഫ്രണ്ട്. നിന്നെ എങ്ങനെ ബലപ്പെടുത്താം, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കാം, നിനക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ചേർന്നിരിക്കുന്നവനാണ് നിന്റെ ഫ്രണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ശീബ അങ്ങനെയല്ല പാസ്റ്റർ, ശീബ അങ്ങനെയല്ല. സ്തോത്രം. അതെ, ചില ബൈബിൾ ഡിക്ഷണറികൾ പറയുന്നു അവനെ മറ്റവനെ കൊണ്ട് ജീവിക്കുകയാണ്. യൂദ യേശുവിനെ കൊണ്ട് ജീവിച്ചു, പൗലോസ് യേശുവിന് വേണ്ടി ജീവിച്ചു. ഓ കമാൺ, ഒരിക്കൽ കൂടെ. യൂദ യേശുവിനെ കൊണ്ട് ജീവിച്ചു, എന്നാൽ സ്തോത്രം, അതെ, പൗലോസ് യേശുവിന് വേണ്ടി ജീവിച്ചു. ചർച്ചിനെ കൊണ്ടല്ല ജീവിക്കേണ്ടത്, ചർച്ചിന് വേണ്ടി ജീവിപ്പാൻ. ഓ കമാൻ, ഹല്ലേലൂയ. ഇടതും വലതും മുന്നിലും പിന്നിലും ഇരിക്കുന്ന സഹോദര വർഗത്തിന് വേണ്ടി ജീവിപ്പാൻ അഗപേലാവ് ദൈവ സ്നേഹം നമ്മിൽ വെളിപ്പെടുമാറാകട്ടെ. എന്നാൽ ശീബ വന്ന് പറഞ്ഞു, ഐ നോ there is somebody. സ്തോത്രം. ഒരുവനുണ്ട്, അവൻ്റെ പേര് മെഫിബോശേത്ത് എന്നാണ്. മെഫിബോശേത്ത്. പറയുവാൻ സ്തോത്രം വളരെ വിഷമമുള്ളതായ ഒരു പദമാണ് മെഫിബോശേത്ത്. ഇതുപോലെയുള്ള ഓപ്പൺ എയർ ക്രൂസൈഡുകളിൽ അല്ലെങ്കിൽ കൺവെൻഷനുകളിൽ മെഫിബോശേത്ത് മിക്കവാറും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരല്ല. മെഫിബോശേത്ത് എന്ന പദത്തിനർത്ഥം വായിൽ നാറ്റം എന്നാണ്. വായിൽ നാറ്റം. സ്തോത്രം. പുള്ളിയുടെ കാര്യം പറയാതിരിക്കുക, അവനൊരു നാറ്റക്കേസാണ്. അവളെ കാര്യം പറയാതിരിക്കുക നല്ലത്, അവളൊരു നാറ്റക്കേസാണ്. പലതും നാറ്റക്കേസാണ്. എന്നാൽ ഇന്ന് രാത്രി വീട്ടുകാരും നാട്ടുകാരും നിന്നെ നോക്കി, സഭക്കാർ നിന്നെ നോക്കി, നീ ഒരു നാറ്റക്കേസ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പുതിയൊരു ടൈറ്റിൽ, പുതിയൊരു അഡ്രസ്സ് ദൈവം നിനക്ക് നൽകുന്നു എന്നാണ് ഈ പ്രവചന ദൂതിലൂടെ എനിക്ക് വിളിച്ചു പറയാനുള്ളത്. ദൈവം നിന്നോട് ദയ കാണിക്കാൻ പോകുന്നു. നിരനാറ്റ കേസ് എന്ന് പറഞ്ഞ് അവഹേളിച്ചിട്ട ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദയയുടെ അടയാളമായി, കൃപയുടെ അടയാളമായി, കേട്ടില്ലല്ലോ, കൃപയുടെ അടയാളമായി. കമോൺ പീപ്പിൾ, കൃപയുടെ അടയാളമായി. കൈപ്പത്തിയല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല, വിടർന്നു നിൽക്കുന്ന താമരയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയുടെ അടയാളമായി. ഓ കമോൺ, ഹല്ലേലൂയ. ദൈവ കൃപയുടെ അടയാളമായി. അധരങ്ങളെ തുറന്ന് 2 മിനിറ്റ് ദൈവത്തെ ശക്തമായി ആരാധിച്ചാട്ടെ. നിന്റെ സിറ്റുവേഷൻ മാറുവാൻ പോകുന്നു, നിന്റെ
നിന്ദകളെ ദൈവം ഉരുട്ടി മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഓ, താഴ്ത്തിയവരുടെ നടുവിൽ, തകർത്തവരുടെ നടുവിൽ, അപവാദം പറഞ്ഞവരുടെ നടുവിൽ, തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ദൈവം പരസ്യമായി നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. യെസ്, കൃപയുടെ അടയാളമായി ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. ശിബ, വെറിസി, ആ യോനാഥാന്റെ മകൻ, വായിൽ നാറ്റം എന്ന് പറയുന്നതായ മെഫീബോശെത്ത്, അവൻ എവിടെയാണ് പാർക്കുന്നത്? രാജാവേ, അവൻ പാർക്കുന്നത് പട്ടണത്തിലെങ്ങും അല്ല. പല പട്ടണങ്ങളുണ്ട്. ശീലുണ്ട്, ഹെബ്രോനുണ്ട്, സ്തോത്രം, അതേ, ബെത്ലഹേമുണ്ട്, പോരെങ്കിൽ യെരൂശലേമുണ്ട്. ഇവൻ പാർക്കുന്ന ഇങ്ങനെയുള്ള പട്ടണത്തിലൊന്നും അല്ല. ഇവൻ പാർക്കുന്നത് ഓണംകേറാമൂല എന്ന് തിരുവനന്തപുരംകാർ പറയുന്നത് പോലെ അങ്ങ് ദൂരെ, സ്തോത്രം, യാതൊരു നന്മയുമില്ലാതെ, യാതൊരു പച്ച പുല്ല് പോലുമില്ലാതെ, ഒരു കുറ്റിച്ചെടി പോലുമില്ലാതെ, മുഴുവൻ മണലാരണ്യമായി കിടക്കുന്ന അങ്ങേയറ്റത്തെ മരുഭൂമിയായിരിക്കുന്ന ലോദേബാൻ എന്ന സ്ഥലത്താണ് അവൻ പാർക്കുന്നത്. ഇവൻ പാർക്കുന്നത് ലോദേബാനിലാണ്. അവിടെ അല്പവും പച്ചയില്ല. അവിടെ ചെറിയൊരു, സ്തോത്രം, കുറ്റിച്ചെടി പോലുമില്ല. വലിയ മരങ്ങൾ ഇല്ല. അവിടെ ഒരു ഫലമില്ല. അവിടെ ഒരു കൊയ്ത്തില്ല, കൊയ്ത്ത് പാട്ടില്ല. ഇന്ന് രാത്രി ആരോ പറയുന്നുണ്ടായിരിക്കും, അതെൻ്റെ അവസ്ഥയാണ്. എനിക്കൊരു തണലില്ല, എൻ്റെ ലൈഫിൽ ഒരു പച്ചപ്പില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ഫലമില്ല, എൻ്റെ എഡ്യൂക്കേഷനിലാകട്ടെ, എൻ്റെ തൊഴിലാകട്ടെ ഒരു പച്ചപ്പില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, വാക്കുകൊണ്ട് സകലതിനെ ഉളവാക്കിയവനായ ദൈവം പറയുന്നു, ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി പോകുകയാണ്. യെസ്, നിൻ്റെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി പോകുന്നു. കാരണം യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ശൗല് ശത്രുവാണ്, എന്നാൽ ദാവീദ് പുതിയ രാജാവാണ്. പുതിയ ഡൈനാസ്റ്റി, പഴയ ഡൈനാസ്റ്റിയെ മുഴുവൻ വാൾ കൊണ്ട് കൊന്നുകളയും. പുതിയ രാജാവ് പഴയ രാജാവിൻ്റെ കുടുംബക്കാരെ മുഴുവൻ വാൾ കൊണ്ട് കൊന്നുകളയും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ, ഇത് മരണത്തിൻ്റെ നാളുകൾ അല്ല, ഇത് ജീവൻ്റെ ദിവസങ്ങളാണ്. ഇത് നഷ്ട ദിവസങ്ങളല്ല. ഇത് നഷ്ടപ്പെട്ടത് പല മടങ്ങായി തിരികെ പിടിക്കുന്ന ദിവസങ്ങളാണ്. ഇത് നിന്ദയുടെ ദിവസങ്ങളല്ല, ഇത് തിന്മയുടെ ദിവസങ്ങളല്ല, ഇത് അപവാദത്തിന്റെ ദിവസങ്ങളല്ല, ദൈവത്തിനെ മാനിക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് രാത്രി മുതൽ അത് ആരംഭിക്കുന്നു. നിന്നിൽ ആരംഭിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളിൽ ആരംഭിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. ദൈവം നിന്നെ ഓർക്കുകയാണ്. മറന്ന ലോകത്തിന്റെ നടുവിൽ, മറന്ന നാട്ടുകാരുടെ നടുവിൽ ദൈവം നിന്നെ ഓർക്കുന്നു. In the name of Jesus, ദൈവം നിന്നെ ഓർക്കുന്നു. ഈ ഫ്രണ്ട് റോ മുതൽ ഡെഡ്വിൻ ബ്രദർ ഉൾപ്പെടെ സകലരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ ഓർക്കുകയാണ്. നിന്നെ മുൻപിൽ നിന്ന് ചിരിച്ചിട്ട് പിൻപിൽ നിന്ന് മാറി നിന്ന് പാര പണിയുന്ന ദുഷ്ട ലോകത്തിന്റെ നടുവിൽ, പകയ്ക്കുന്നവന്റെ മുൻപിൽ, ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന നസറേയത്തിലെ ആശാരി ഇന്ന് രാത്രി പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു ചരിത്രം നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ ഞാനിതാ ചെയ്യുവാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് ആരാധിക്കുക. സിബ പറയും, അവൻ പട്ടണങ്ങളുമല്ല, അവൻ അല്പം പോലും പച്ചയില്ലാത്ത, പച്ചയില്ലാത്ത ലോദേബാനിൽ പാർക്കുന്നു. നിന്റെ സ്ഥിതി മെച്ചമില്ലാത്തതാണോ? പച്ചയില്ലയോ? യാതൊരു പച്ചപ്പുമില്ലാതെ ലോദേബാനിൽ വെറും സ്തോത്രം മണലാരണ്യമാണ്. ഓ, ഉഷ്ണക്കാറ്റുകളാണ് ആ സ്ഥലത്തുള്ളത്, മണൽ കാറ്റുകളാണ് അവിടെ ഉള്ളത്. പുറത്തിറങ്ങുവാൻ കഴിയത്തില്ല. മണൽ കാറ്റുകളാണ്. ആ മരുഭൂമിയിലാണ്. ആരും എന്നെ കാണണ്ട, കണ്ടാൽ അപകടമാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് അവൻ പാർക്കുന്നത്. അങ്ങനെയുള്ള ആരൊക്കെയോ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഇൻട്രോവേർട്ട് എന്ന സൈക്കോളജി പറയും, ആരെയും കാണുവാൻ അവർക്ക് ഇഷ്ടമല്ല. സൂര്യപ്രകാശം അവർക്ക് ഇഷ്ടമല്ല. എന്നെ ആരും കാണണ്ട, ലൈഫ് തൊലഞ്ഞതാണ്, ജീവിതം ഉടഞ്ഞതാണ്. സ്തോത്രം. ആരും എന്നെ കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ കുറ്റം പറയുന്ന ജനമാണ്. ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. സ്തോത്രം. ആദ്യം ആരും എന്നെ കാണണ്ട, ആരും എന്നെ അറിയണ്ട, അടച്ചു പൂട്ടി അകത്തെ ഇൻട്രോവേർട്ടായി ഈ പുള്ളി ഇരിക്കുകയാണ്. ആര്? സ്തോത്രം. ഈ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ഇരിക്കുകയാണ്. മാത്രമല്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങിയാലുണ്ടല്ലോ, കരടിയെ കീറിയ, സിംഹത്തെ കൊന്ന, രാക്ഷസന്റെ തല വെട്ടിയെടുത്ത, ഓ സ്തോത്രം, അതേ ഭയങ്കര ക്ഷിപ്രകോപിയായ, ഭയങ്കര യോദ്ധാവായ പുതിയ രാജാവാണ് ദാവീദ്. അവൻ്റെ
ചാരന്മാർ ദേശത്തിലുണ്ടായിരിക്കും. ശൗലിൻ്റെ കൊച്ചുമകനാകുന്ന ഞാൻ ഇവിടെയുണ്ട് എന്നറിഞ്ഞാൽ സ്തോത്രം അവൻ നിശ്ചയമായി എന്നെ കൊന്നുകളയും. അതുകൊണ്ട് പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. രാത്രിയാകുമ്പോൾ എനിക്ക് ഭയമാണ്. അയ്യോ, എന്നെ ദാവീദിൻ്റെ പട്ടാളക്കാർ വന്ന് കൊന്നുകളയുമോ? പകൽ വരുമ്പോൾ എനിക്ക് ഭയമാണ്. ഒരു കാൽപ്പെരുമാറ്റം കേട്ടാൽ, ഒരു കഴുതയുടെ അതേ ശബ്ദം കേട്ടാൽ എനിക്ക് ഭയമാണ്. ദാവീദിൻ്റെ ചാരന്മാർ എന്നെ കൊന്നോ, ഭയന്ന് ജീവിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ കടഭാരക്കാർ ഭയപ്പെടുന്നു, മനുഷ്യൻ്റെ വാക്കുകളെ ഭയപ്പെടുന്നു, മനുഷ്യനെ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന സകല ഭയം ആ കെട്ട് അഴിഞ്ഞു പോകട്ടെ. നീ ഭയപ്പെട്ട ഭാരപ്പെട്ടല്ല ജീവിക്കുന്നത്. പകരം സ്തോത്രം നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നോട് കൂടെയുണ്ട്. ഭയന്നല്ല ജീവിക്കേണ്ടത്, വ്യാകുലപ്പെട്ടല്ല ജീവിക്കേണ്ടത്. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലോദേബാനിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ലോദേബാനിലേക്ക് നമുക്കൊന്ന് ചെന്ന് സ്തോത്രം ആ വീട്ടിൽ ആ കുടിലേക്ക് നോക്കുമ്പോൾ അവിടെ ശൗലിൻ്റെ മകനാകുന്ന യോനാഥാൻ്റെ മകൻ്റെ സ്തോത്രം ആ യോനാഥാൻ്റെ മകൻ മെഫീബോശേത്തിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ ആവർത്തിക്കട്ടെ, ശൗലിൻ്റെ മകനാകുന്ന യോനാഥാൻ്റെ മകനാകുന്ന മെഫീബോശേത്തിനെ കാണാൻ പറ്റും. ഭയങ്കര മണലാണ്, മണൽ കാറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമാണ്. വളരെ കുഗ്രാമമാണ്. അവിടെ അല്പം പോലും നന്മയില്ല. ആ ചെറിയ വീടിനകത്ത് പൊടിയും അഴുക്കും പൊടിയും കൊണ്ട് ഒരു പക്ഷേ സ്തോത്രം നേരെ ആഹാരമില്ലാതെ മുടിയും താടിയും നീട്ട് വളർത്തി സ്തോത്രം അഴുക്കിൽ പുരണ്ട് മണൽക്കാറ്റിൽ നിന്ന് വരുന്ന പൊടിയിൽ നിറയപ്പെട്ട് ഒരു മനുഷ്യ കോലമായി ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ കൊച്ചുമകൻ ഇരിക്കുകയാണ്. എടാ, നീ പ്രിൻസ് അല്ലേ? നീ സ്തോത്രം അതെ രാജകുമാരനല്ലേ? അത് പണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ എൻ്റെ അവസ്ഥ ചോദിച്ചാൽ എനിക്ക് പറവാൻ കുറച്ച് ദുഃഖ കഥകൾ മാത്രമേ ഉള്ളൂ. മെഫീബോശേത്ത് പറയും, സ്തോത്രം എനിക്ക് പറയുവാൻ കുറച്ച് ദുഃഖത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി പ്രിയ ദൈവദാസന്മാരെ, സ്തോത്രം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്കറിയത്തില്ല. പക്ഷേ ഈ ജനത്തെ മുന്നിലേക്ക് വിളിച്ചവരുടെ ജീവിതത്തിൻ്റെ സ്റ്റോറി ചോദിച്ചാൽ ഇട്ടിരിക്കുന്ന നല്ല വസ്ത്രങ്ങളല്ല, നല്ല വിലയേറിയ വസ്ത്രങ്ങളല്ല, അതിനകത്ത് പിടയ്ക്കുന്ന തകർന്ന ചിന്നാഭിന്നമായ ജീവിതത്തിൽ നിന്ന് അവർക്ക് പറവാൻ ഒത്തിരി സാഡ് സ്റ്റോറീസ് ഉണ്ട്. ഇവനും പറവാൻ തക്കോണമുള്ളത് ഇന്നലകളിലുള്ളതായ തിന്മയുടെ കുറേ കഥകളാണ് അവന് പറവാനുള്ളത്. അവൻ പറയും, സ്തോത്രം ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് അങ്ങ് ദൂരെ കൊട്ടാരത്തിലാണ്. എൻ്റെ വലിയപ്പച്ചനായിരുന്നു ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗല്. കോറം പേർക്ക് 5 വയസ്സിലെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാം. സ്തോത്രം 1-ാം ക്ലാസ്സിൽ പോയത് ഓർമ്മയുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. 1-ാം ക്ലാസ്സിൽ പോയവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബാക്കിയുള്ളവർ സ്കൂളിൽ പോയിട്ടേ ഇല്ല. 1-ാം ക്ലാസ്സിൽ പോയവർ കരങ്ങളെ ഒന്ന് ഉയർത്തിയ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. നോക്കിയേ, സ്തോത്രം 1-ാം ക്ലാസ്സിൽ പോയ നിങ്ങൾക്ക് ആ സ്തോത്രം ദിവസങ്ങൾ ഓർമ്മയുള്ളതുപോലെ ഈ മെഫീബോശേത്ത് പറയും, യെസ്, എനിക്ക് സ്തോത്രം അതെ 5 വയസ്സ് വരെ ഞാൻ കൊട്ടാരത്തിലായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകളെ എനിക്കറിയാം. ആ കൊട്ടാരത്തിലുള്ള വലിയ ദർബാർ ഹാളുകളെ എനിക്കറിയാം. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭവനമായിരുന്നു ആ കൊട്ടാരം. ഞാൻ എൻ്റെ വലിയപ്പച്ചൻ, എൻ്റെ അപ്പൂപ്പൻ ശൗലിൻ്റെ മടിയിൽ ആ സിംഹാസനത്തിൽ ഇരുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പച്ചൻ സിംഹാസനത്തിരിക്കുന്നു, അപ്പച്ചൻ കൊച്ചുമോനാകുന്ന എന്നെ എടുത്ത് സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഞാൻ കഴിക്കുന്നത് സിൽവർ സ്പൂണിലും സ്തോത്രം ഗോൾഡ് പ്ലേറ്റിലും ഒക്കെ ആയിരുന്നു. ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള കുട്ടി, ആ രാജ്യത്തിൽ ഏറ്റവും ഓമനത്വമുള്ള കുട്ടി ഞാനായിരിക്കും. സ്തോത്രം. അപ്പച്ചൻ്റെ കിടക്കയിൽ ഞാൻ കിടന്ന് ഉറങ്ങി. കൊട്ടാരത്തിൽ ഞാൻ ശൂശുവിട്ട് അപ്പിവെച്ച് കൊട്ടാരത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ രാജകുമാരനാണ്. സ്തോത്രം. അതേ, പള്ളി ഉറക്കം എന്ന് നിങ്ങൾ പറയുന്നതായ പള്ളി വന്നിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. പള്ളി ഉറക്കം എന്ന് പറയുന്ന അതേ രാജാവിൻ്റെ കിടക്കയിലാണ് ഞാൻ കിടന്നത്. സ്തോത്രം. രാജാവിൻ്റെ സിംഹാസനത്തിൽ വലിയപ്പച്ചൻ എന്നെ എടുത്തിരുത്തുമായിരുന്നു. എനിക്കൊരു കുറവുമില്ല. എൻ്റെ ലൈഫ് കൊട്ടാരത്തിലായിരുന്നു. ഞാൻ വിചാരിച്ചത് ലൈഫ് സെറ്റിലായി, എല്ലാം നന്മയായി, എല്ലാം അനുഗ്രഹമാണ്, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സ്തോത്രം എൻ്റെ വലിയപ്പച്ചനും അപ്പനും വന്നിട്ട്, യോനാഥാനും ശൗലും വന്നിട്ട്, അപ്പനാകുന്ന യോനാഥാനും വലിയപ്പനാകുന്ന ശൗലും വന്നിട്ട് പറഞ്ഞു, മോനെ, ഒരു സ്ഥലം വരെ പോയിട്ട് വളരെ പെട്ടെന്ന് വരാം. അവരുടെ പടച്ചട്ട കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി യുദ്ധത്തിനാണ് രണ്ടുപേരും പോകുന്നത്. ആ ജനലിലൂടെ ഞാൻ നോക്കിയിരുന്നു. അവർ കുതിര പുറത്ത് കയറി അവർ ഓടിപ്പോകുകയാണ്. കൂടെ ആയിരക്കണക്കിന് പടയാളികളും കടന്നുപോയി. ഓരോ ദിവസം ഞാൻ തള്ളി നീക്കി. ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസമായപ്പോൾ ഭയങ്കര ഒരു നിലവിളി ശബ്ദമായി ഒരു മെസ്സഞ്ചർ, അന്നത്തെ പോസ്റ്റ്മാൻ, അന്നത്തെ സ്തോത്രം അതേ മെസ്സഞ്ചർ, ദൂതുവാഹി ആ കൊട്ടാരത്തിലേക്ക് വലിയ നിലവിളിയുമായി ഓടി വന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, പടയിൽ വെച്ച് ശൗൽ രാജാവും യോനാഥാനും പട്ടുപോയി.
ശൗല് പട്ടുപോയി, യോനാഥാനും പട്ടുപോയി. അവൻ പറയും 5-ാമത്തെ വയസ്സിൽ, സ്തോത്രം, അതേ എനിക്ക് എൻ്റെ വലിയപ്പച്ചനെ നഷ്ടപ്പെട്ടു, അതേ ദിവസം തന്നെ എൻ്റെ അപ്പനെയും എനിക്ക് നഷ്ടപ്പെട്ടു. ആ വീട്ടിലെ 2 പുരുഷന്മാർ ഒറ്റ ദിവസം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രിയും ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ വീട്ടിലെ പുരുഷന്മാർക്ക് നേരെ പോരാട്ടമുണ്ട്. ഇന്ന് രാത്രി പറയാനല്ല ദൈവം എന്നെ അയച്ചിരിക്കുന്നത്, ആ കെട്ട് ഇന്ന് രാത്രി അഴിയുകയാണ്. വീട്ടിലുള്ള ശാപത്തിൻ്റെ കെട്ടുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, ആയുസ് തികയാതെയുള്ള മരണത്തിൻ്റെ, പ്രിമച്വർ മരണത്തിൻ്റെ കെട്ടുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മാരക രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കമാൺ, കരങ്ങൾ അടിച്ച് ശാസിക്കേണ്ടവർ ശാസിക്ക്. മാരക രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ആക്സിഡന്റുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ആകാശത്ത് നിന്ന് സാത്താൻ മിന്നൽ പോലെ വീണത് ഞാൻ കണ്ടു എന്ന് യേശു കർത്താവ് പറയുന്നത് പോലെ പൈശാചികമായ സകല അജണ്ടകൾ നിന്നിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. ഓ, ശൗല് മരിച്ചു, യോനാഥാൻ മരിച്ചു. നിലവിളി ശബ്ദമുണ്ടായി, നിലവിളി ശബ്ദമുയർന്നു, നിലവിളി ശബ്ദമുയർന്നു. എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ തന്നെ ആ സൈന്യമുണ്ടല്ലോ, രാജാവ് നഷ്ടപ്പെട്ടതായ, രാജകുമാരൻ നഷ്ടപ്പെട്ട ഈ കൊട്ടാരത്തിലേക്ക് ശത്രുവിൻ്റെ സൈന്യം, സ്തോത്രം, അത് ഇരച്ചു കയറും. ആ ശത്രുവിൻ്റെ സൈന്യം ഇരച്ചു കയറിയാൽ റോയൽ ഫാമിലിയിൽപ്പെട്ട, രാജകുടുംബത്തിൽപ്പെട്ടതായ സകലരെ വെട്ടിക്കൊല്ലും. ആ റോയൽ ഫാമിലി, രാജകുടുംബത്തിൽപ്പെട്ടവനാണ് ഈ 5 വയസ്സുകാരനാകുന്ന മെഫീബോശേത്ത്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് വേലക്കാർ, ഏറ്റവും നല്ല ധാത്രി, ഏറ്റവും നല്ല നേഴ്സ്, ഏറ്റവും നല്ല പരിചാരക കൊട്ടാരത്തിലാണുള്ളത്. കൊട്ടാരത്തിലുള്ളവരായിരിക്കും ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല നൈപുണ്യമുള്ള, സ്കില്ലുള്ള, അതേ കഴിവുള്ളതായ വേലക്കാർ. ഏറ്റവും കഴിവുള്ള ഏതോ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരത്തി ആ കുഞ്ഞിനെ എടുത്ത്, 5 വയസ്സുകാരനെ എടുത്ത് അവനതാ സ്തോത്രം ഓടിപ്പോകുമ്പോൾ, അവിടുത്തെ ഓടിപ്പോകുമ്പോൾ ആ കരം അവളെ, ആ കുഞ്ഞിനെ കരുതേണ്ടതാണ്. ആ കരം, സ്തോത്രം, ആ കുഞ്ഞിനെ താങ്ങേണ്ടതാണ്. ആ കരം ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതാണ്. ആ കരം ആ കുഞ്ഞിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതാണ്. ആ കരം ശത്രുവിന് കൊടുക്കാതെ സുരക്ഷിത സ്ഥലത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകേണ്ടതാണ്. ആ കരം മാറോട് ചേർത്ത് മറക്കേണ്ടതാണ്. ആ കരം സാധാ കരം പോലെയല്ല, മറ്റുള്ളവരെ കരം പോലെയല്ല. ആ കരം, സ്തോത്രം, അത് ആ കുട്ടിയെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ ബൈബിൾ പറയുന്നു, ഏത് കരമാണോ സംരക്ഷിക്കേണ്ടത്, ഏത് കരമാണോ സൂക്ഷിക്കേണ്ടത്, ഏത് കരമാണോ ശത്രുവിന് കൊടുക്കാൻ പാടില്ലാത്തത്, അതേ കരം തന്നെ ആ കുഞ്ഞിനെ താഴെ കിട്ടും. അതേ കരം തന്നെ ആ കുഞ്ഞിനെ താഴെയിട്ട്. ഇന്ന് രാത്രി ആരോ പറയുന്നു, ഈ മനുഷ്യൻ എങ്ങനെയാ എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റോറി പറയുന്നത്? ഇന്ന് രാത്രി ആരോ പറയുന്നത്, എങ്ങനെയാണ് ഈ ദൈവദാസൻ എൻ്റെ സ്റ്റോറി പറയേണ്ടത്? എനിക്കതാണ് പറ്റിയത്. എന്നെ കണ്ണുനീർ തുടയ്ക്കേണ്ടവരാണ് എന്നെ കരയിപ്പിച്ചത്, എന്നെ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്നെ തകർത്തത്, എന്നെ ഉയർത്തേണ്ടവരാണ് എന്നെ താഴ്ത്തിയത്, എന്നെ മാനിക്കേണ്ടവരാണ് എന്നെ അപമാനിച്ചത്, എന്നെ മുറിവ് കെട്ടേണ്ടവരാണ് എന്നെ മുറിച്ചത്. Someone dropped me. ഏതോ ഒരു കരത്തിൽ നിന്ന് ഞാൻ താഴെ പോയി, ഏതോ വ്യക്തികളിൽ നിന്ന് താഴെ പോയി, ഏതോ ഹൃദയങ്ങളിൽ നിന്ന് താഴെ പോയി, ഏതോ വീടുകളിൽ നിന്ന് നീ താഴെ പോയി, ഏതോ ഓഫീസിൽ നിന്ന് നീ താഴെ പോയി, ഏതോ സഭകളിൽ നിന്ന് നീ താഴെ പോയി, ഏതോ ടീമുകളിൽ നിന്ന് നീ താഴെ പോയി. ഓ, താഴെ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, മെഫീബോശേത്ത് പറയും, ഞാൻ നടുവിടിച്ച് താഴെ വീണ് എൻ്റെ 2 കാലും പരാലിസിസ് ആയിപ്പോയി, തളർന്ന കാലായി പോയി. മറ്റുള്ളവൻ എന്നെ ഡ്രോപ്പ് ചെയ്തത് നിമിത്തം ഞാൻ തളർന്നു പോയി. മറ്റുള്ളവരെന്നെ തകർത്തത് നിമിത്തം, ഡ്രോപ്പ് ചെയ്തത് നിമിത്തം ഞാൻ തളർന്നു പോയി. ഇന്ന് രാത്രി പേയാട് പള്ളിമുക്കിൽ പലതിനെ പിശാച് ഡാമേജ് ആക്കി വച്ചിരിക്കുന്നു എങ്കിൽ, പല ശുശ്രൂഷകന്മാരെ, പല ദൈവമക്കളെ ഡ്രോപ്പ് ചെയ്ത് പിശാച് ഡാമേജ് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, സംഘടന ഡ്രോപ്പ് ചെയ്തെങ്കിൽ, സെന്റർ പാസ്റ്റർ ഡ്രോപ്പ് ചെയ്തെങ്കിൽ, ടീമുകൾ ഡ്രോപ്പ് ചെയ്തെങ്കിൽ, പാസ്റ്റർമാർ ഡ്രോപ്പ് ചെയ്തെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ടവരെ ഡ്രോപ്പ് ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി മുടന്തനമാനിനെ പോലെ ചാടിപ്പിക്കുന്ന കർത്താവ്, മുടന്തനമാനിനെ പോലെ ചാടിപ്പിക്കുന്ന കർത്താവ് നിന്റെ വൈകല്യത്തെ മാറ്റുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട്. ഈ രാത്രി ശരീരത്തിലും മനസ്സിലുമുള്ള സകല വൈകല്യത്തിൻ്റെ കെട്ടുകൾ കർത്താവ് അഴിക്കുവാൻ പോകുന്നു. ശബ്ദമുയർത്തി വിശ്വസിക്കുന്നവർ ആരാധിച്ചാട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ, ഊമൻ്റെ നാവുകൾ ഉല്ലസിക്കട്ടെ, വിക്കിൻ്റെ അനുഭവങ്ങൾ വിട്ടുമാറട്ടെ, വളഞ്ഞിരിക്കുന്ന നാസ്തികൾ നേരെയാകട്ടെ, വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. ജസ്റ്റ് രോഗശാന്തി മാത്രമല്ല, ക്രിയേറ്റീവ് മിറക്കിൾസ്, അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ.
ആ ധാത്രി എന്നെ താഴെയിട്ടത് നിമിത്തം ഞാൻ വൈകല്യമുള്ളവനായി തീർന്നു. എൻ്റെ 2 കാലും പാരാലിസിസായി, എൻ്റെ കാല് തളർവാദ രോഗിയായി ഞാൻ മുടന്തനായി പോയി. ഞാൻ മുടന്തനായി ജനിച്ചതല്ല കേട്ടോ, ഞാൻ മുടന്തനായി ജനിച്ചതല്ല. 5 വർഷം ഞാൻ ഓടിച്ചാടി നടന്നതാ. കൊട്ടാരത്തിൻ്റെ പടിക്കെട്ടിൽ ഞാൻ ഓടി നടന്നതാ. മുറ്റത്ത് കളിച്ചതാ. മറ്റു പിള്ളേരെ പോലെ ഞാൻ നന്നായി സ്തോത്രം ഓടിക്കളിച്ചതാ. പക്ഷേ സമൺ ഡ്രോപ്പ് മീ, ഒരാൾ എന്നെ തള്ളിയിട്ട്. സ്തോത്രം, ശത്രുവല്ല, അകന്ന് നിൽക്കുന്നവരല്ല, എങ്കിൽ എന്നെ ബാധിക്കത്തില്ലായിരുന്നു. എന്നെ താങ്ങേണ്ടവരാണ്, എന്നെ ഉയർത്തേണ്ടവരാണ്, എന്നെ സംരക്ഷിക്കേണ്ടവരാണ്. എന്നെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ മുടന്തനായി പോയി. ഇന്ന് രാത്രി ആരോ പറയുന്നു, ഞാൻ ഈ രീതിയിൽ ജീവിക്കേണ്ടവനല്ല, ഈ രീതിയിൽ കഴിയേണ്ടവളല്ല. സ്തോത്രം, ഞാൻ ഡാമേജ് ആയിപ്പോയി, എൻ്റെ ജീവിതം ഉടഞ്ഞു പോയി. ഭാവിയിൽ പല സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഭംഗം വന്ന് ഉടഞ്ഞു പോയി. എന്നാൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നെടുകയും കുറുകയും ഒരാശാരി നടക്കുന്നുണ്ട്. നസ്രയത്തിലെ ആശാരി ഉടഞ്ഞ നിന്നെ അവൻ പണിവാൻ വേണ്ടി പോകുകയാണ്. വ്യസനപാത്രമായിരിക്കുന്ന നിന്നെ അവൻ മാനപാത്രമാക്കി തീർക്കുവാൻ പോകുന്നു. ശബ്ദമുയർത്തി ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. ഭവിഷ്യത്തുമായി ലോകമാനെന്ന ആ സ്തോത്രം, അതേ മണൽക്കാറ്റ് നിറയപ്പെട്ട അഴുക്കും പൊടിയും നിറയപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗാലപ്പ് സൗണ്ട്, കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ടു. അവൻ ഞെട്ടി. കുതിരകൾ എന്ന് കേട്ടപ്പോൾ അവൻ ഞെട്ടി. കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ ആ 2 കാലും മുടന്തനായവൻ അവൻ ഞെട്ടി. അവൻ പറഞ്ഞു, തീർന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു. ദാവീദിന്റെ ഭടന്മാർ എന്നെ കണ്ടിരിക്കുന്നു. ദാവീദിന്റെ പട്ടാളക്കാർ കുതിരപ്പുറത്ത് വരുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ദാവീദിന്റെ പട്ടാളക്കാർ വന്ന് എന്നെ കൊല്ലാൻ പോവാ, ആ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലടാ, ഈ കേൾക്കുന്ന ശബ്ദം തുലയ്ക്കുന്ന ശബ്ദമല്ല, ഇത് തുലയ്ക്കുന്ന ശബ്ദമല്ല, തുലയുന്ന ശബ്ദമല്ല കേൾക്കുന്നത്. നിന്നെ പണിയുന്ന ശബ്ദമാണ് ഇന്നും നാളെയും നീ കേൾക്കുന്നത്. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന ശബ്ദമാണ്. നിന്റെ ദുഃഖങ്ങളെ ആനന്ദമാക്കുന്ന ശബ്ദമാണ്. നിന്റെ പരാജയങ്ങളെ ജയമാക്കുന്ന ശബ്ദമാണ്. നിന്റെ ശാപങ്ങളെ അനുഗ്രഹമാക്കുന്ന ശബ്ദമാണ്. കമാൻ, വിശ്വസിക്കുന്നവർ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ രാത്രി ദൈവത്തെ സ്തുതിച്ച് കാലാകാലങ്ങളും തൻ്റെ വചനത്തിൻ്റെ ശബ്ദമേച്ച് പണിത ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എടാ സ്തോത്രം. ആ അടുത്തടുത്ത് വരുന്ന കുതിരയുടെ ശബ്ദം ഉണ്ടല്ലോ, ആ ഗാലപ്പ് ശബ്ദം, ആ രഥത്തിൻ്റെ ശബ്ദമുണ്ടല്ലോ, നിന്നെ തൊലയ്ക്കാനല്ല വരുന്നത്, നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വരികയാണ്. റിയലി എന്നെ കൊട്ടാരത്തിലേക്ക്? ഞാൻ വിചാരിച്ചത് ഇനി എനിക്കൊരു കൊട്ടാരം ഇല്ലെന്നാ, ഞാൻ വിചാരിച്ചത് ഇനി എനിക്കൊരു നന്മയില്ലെന്നാ, ഞാൻ വിചാരിച്ചത് ഇനി എനിക്കൊരു സ്തോത്രം നല്ല കാലം വരത്തില്ലെന്നാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? സന്തോഷമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്കൊരു ഉപകാരം ചെയ്യാമെന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ച്. എനിക്കൊരു ഉപകാരം, ആ കൈ കെട്ടി ഇരിക്കുന്നവർ ഉൾപ്പെടെ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച്. അടുത്തിരിക്കുന്ന ഇടതും വലതും ഇരിക്കുന്ന 2 പേരെ തൊട്ട് പറ, ഒരു യു ടേൺ എടുക്കണം. പെട്ടെന്ന് പറഞ്ഞ് യു ടേൺ എടുക്കുകയാണ്. ലൈഫിന് ഇന്ന് രാത്രി യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുക്കുകയാണ്. തിന്മ എന്ന് പറയുന്നവരെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, ജീവിതം നന്നാകത്തില്ലെന്ന് പറഞ്ഞവരെ, ഇതോടെ സകലതും തൊലഞ്ഞു എന്ന് പറയുന്നവരെ, ഇതുവരെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവരെ, നോ 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 നോ, നല്ല കാലം നിന്റെ പിൻപിലല്ല, നല്ല കാലം ഇനിയുമുണ്ട്. നല്ല കാലം ഇനിയുമുണ്ട്. നിന്റെ ലോകബാനിൽ നിന്ന് നീ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. എന്നും കണ്ണുനീരല്ല, എന്നും മണൽക്കാറ്റല്ല, എന്നും നിരാശയല്ല, എന്നും പച്ചിപ്പില്ലാത്തതായ ഉണങ്ങിയ അവസ്ഥയല്ല. നിന്റെ ലോകബാനിൽ നിന്ന് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നവംബർ മാസം 17-ാം തീയതി 9 മണിക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. നിന്റെ ലോകബാനിൽ നിന്ന് എന്നേക്കുമായി, once forever, എന്നേക്കുമായി നീ പുറത്തു വരികയാണ്. നിന്റെ തലയണ മാറാൻ പോകുന്നു, നിന്റെ കിടക്ക മാറാൻ പോകുന്നു, നിന്റെ ആഹാരം മാറാൻ പോകുന്നു, നിന്റെ വീട് മാറാൻ പോകുന്നു, നിന്റെ വസ്ത്രം മാറാൻ പോകുന്നു, നിന്റെ അഡ്രസ് മാറാൻ പോകുന്നു. എന്നും ലോകബാനിൽ അല്ല, ലോകബാനിൽ നിന്ന്, നിന്റെ നിരാശയിൽ നിന്ന്, നിന്റെ പരാജയത്തിൽ നിന്ന്, നിന്റെ നിന്ദയിൽ നിന്ന്
സഹോദരന്മാർ സ്തോത്രം പറ. സഹോദരന്മാർ സ്തോത്രം പറ. നിന്റെ അപമാനത്തിൽ നിന്ന്, നിന്റെ ലോദേമാനിൽ നിന്ന് അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി കർത്താവ് നിന്നെ പുറത്തെടുക്കുകയാണ്. ഈ പന്തലിൽ ചലിക്കുന്ന ദൈവത്തിന്റെ അഭിഷേക സാന്നിധ്യത്തിൽ ദൈവം നിന്നെ പുറത്തെടുക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതൽ സാന്നിധ്യം ഈ പന്തലിൽ എവിടെയായി വെളിപ്പെടുകയാണ്. അഗ്നി മേഘത്തൂണുകൾ ഈ പന്തലിൽ എവിടെയായി ഇറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പാരമ്പര്യ ശാപങ്ങൾ ഇന്ന് രാത്രി തകരുകയാണ്. ദുഷ്ടക്കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉടയുകയാണ്. പിശാചിൻ്റെ അജണ്ടകൾ, പ്രോഗ്രാമുകൾ ഇന്ന് രാത്രി നിന്നിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ ഭവനത്തിൽ നിന്ന് ചിലന്തി വല ഛേദിക്കപ്പെടുന്ന പോലെ, അടിച്ചു വാരുന്നത് പോലെ ഇന്ന് രാത്രി കർത്താവ് എടുത്തു മാറ്റുകയാണ്. In Jesus name, in Jesus name. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രഥം വന്നു കഴിഞ്ഞു. കൃപ വന്നു കഴിഞ്ഞു. കൃപ വന്നു കഴിഞ്ഞു. ആരും മിണ്ടുന്നില്ല. കൃപ വന്നു കഴിഞ്ഞു. നിന്നെ അവസ്ഥ മാറ്റുന്നതായ കൃപയുടെ അടയാളമാക്കി നിന്നെ തീർക്കുന്ന, കൃപയുടെ അടയാളമാക്കി നിന്നെ തീർക്കുന്ന ദൈവ കൃപ വന്നു കഴിഞ്ഞു. അയ്യോ, ഞാൻ മുടന്തനാണ്. ആ രഥത്തിൽ കയറാൻ പറ്റത്തില്ല. സാരമില്ല, നിനക്ക് കഴിവില്ല. ആവർത്തിച്ചു പറയട്ടെ, ശൗലിന്റെ രഥത്തെക്കാൾ ഉന്നതമായ രഥം ദാവീദിന്റെ രഥത്തിൽ മെഫിബോശത്ത് കയറി എങ്കിൽ നീ കണ്ടത് ഒന്നുമല്ല, നീ കാണാൻ പോകുന്നതാണ് വലുത്. കമാൻ എഴുതിയിട്, ഈ ദൂത് എഴുതിയിട്. നിന്റെ ഡയറിയ പരിശുദ്ധാത്മാ പറയുന്നേ. നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ ഡയറിയല്ല, ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഡയറി. നീ കണ്ടതിനേക്കാൾ വലുത്. നിന്നെ പകയ്ക്കുന്നവർ മിണ്ടാതാകത്തക്ക ക്രമത്തിൽ, ശത്രുക്കളെ മിണ്ടാതാകത്തക്ക ക്രമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വലുതായി, ഉന്നതമായി, മഹത്വമായി നീ കാണുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആരാധിക്കും. വിശ്വസിക്കുന്നവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കും. മെഫിബോശത്ത് നാറ്റക്കേസ് എന്ന മനുഷ്യൻ നിന്നെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവരുടെ നടുവിൽ, നിന്നെക്കുറിച്ച് കള്ള കഥകൾ പ്രചരിപ്പിച്ചവരുടെ നടുവിൽ ഇതാ രഥം വന്നിരിക്കുന്ന. സ്തോത്രം. ഒരിക്കൽ കൂടെ ഒരു ഉപകാരം കൂടെ ചെയ്യാമോ? അടുത്തിരിക്കുന്നവരെ തൊട്ടൊന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ അവസ്ഥ മാറുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് പ്രവചിച്ചു പറ. ആൻറ്റി ഒന്ന് പറ, നീ CSI ആണോ, കത്തോലിക്കത്തിയാണോ, പെന്തിക്കോസ് ആണോ? പറ, നിന്റെ അവസ്ഥ മാറുവാൻ വേണ്ടി പോകുന്നു. അടുത്ത നവംബർ 17 ആകുമ്പോൾ നീ ഈ ക്ലാസ്സിലായിരിക്കത്തില്ല. ആരോടാ ഞാൻ പ്രവചിച്ചേ? അടുത്ത നവംബർ 17 കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നിന്റെ സ്ഥിതി ഇതുപോലെ ആയിരിക്കത്തില്ല. ഇന്ന് രാത്രി അതിൻ്റെ ഉദ്ഘാടന മഹാമഹം നടക്കുകയാണ്. ഇന്ന് രാത്രി അതിൻ്റെ ആരംഭം പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. നീ തീർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ അവസാനിച്ചെന്ന് പറഞ്ഞവരുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ഒരു സുനാമിയായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സുനാമിയായി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം തന്നെ നിർത്തുന്നു. In Jesus' name. ഓ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഒരു രഥത്തിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഹൈവേയിലൂടെ ഇനി തിരിച്ചു പോകാൻ പറ്റുമെന്ന് സ്തോത്രം ഞാൻ വിചാരിച്ചില്ല. ഇന്ന് രാത്രി നിന്റെ ലോദേമാനെ നോക്കി പറ, ബബായ് എൻ്റെ ലോദേമാനെ, ബബായ് എൻ്റെ ലോദേമാനെ, ടാറ്റാ. നിരാശയെ ടാറ്റാ, നഷ്ടങ്ങളെ ടാറ്റാ. ഓ, ഇത് നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഈ ജനം ചാടി എഴുന്നേറ്റ് 4 വശവും നോക്കി പറഞ്ഞേനെ ടാറ്റാ. കണ്ണുനീരെ ടാറ്റാ, തിന്മകളെ ടാറ്റാ, ക്ഷുദ്ര പ്രയോഗമേ, ആഭിചാര ശക്തിയെ ടാറ്റാ, പ്രതിസന്ധിയെ, പ്രതികൂലമേ ടാറ്റാ. എൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു. ഞാൻ വന്നതല്ല പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇന്ന് രാത്രി വ്യക്തിയായി, കുടുംബമായി എന്നെ പുറത്തെടുക്കുകയാണ്. In the name of Jesus. നീ തകരേണ്ടവനല്ല, നീ തൊലയേണ്ടവനല്ല, നീ വേഷക്കുപ്പി എടുക്കേണ്ടവനല്ല, നീ തൂങ്ങി ചാകേണ്ടവനല്ല. ഇന്ന് രാത്രി അവൻ നിന്നെ പുറത്തെടുക്കുന്നു. Come out in Jesus' name. യെസ്. അമ്മ വഴിക്കുള്ള കെട്ടിൽ നിന്ന് വെളിവാ, അപ്പം വഴിക്കുള്ള കെട്ടിൽ നിന്ന് വെളിവാ.
പാരമ്പര്യ കെട്ടിൽ നിന്ന് വെളിയുക. തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം ഇന്ന് രാത്രി കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷം നിമിത്തം തിരിച്ചറിവാൻ കഴിയാത്ത മാറ്റം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആരൊക്കെയാണോ തല്ലി തകർത്തത്, ആരൊക്കെയാണോ ഡ്രോപ്പ് ചെയ്തത്, ആരാണോ വേണ്ടെന്ന് വെച്ചത്, കൃപയുടെ രഥചക്രം മുന്നിലേക്ക് നീങ്ങി ആ കൊട്ടാരത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞു, എൻ്റെ വല്യപ്പച്ചനും കൊട്ടാരം ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വല്യപ്പച്ചൻ്റെ കൊട്ടാരത്തെക്കാൾ ബെത്ത കൊട്ടാരം എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം. എൻ്റെ വല്യപ്പച്ചനേക്കാൾ സ്തോത്രം വലിയ കൊട്ടാരത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ കൊട്ടാരത്തിന് പടിക്കെട്ടുണ്ട്, എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ആ എക്സാമിനേഷൻ എനിക്കെങ്ങനെ ജയിക്കാൻ പറ്റും? ആ സ്ഥാപനം എനിക്കെങ്ങനെ തുറക്കാൻ പറ്റും? ആ ഉന്നതമായ പദവി എനിക്കെങ്ങനെ കിട്ടും? ഇടോ, ഇത്രത്തോളം ദൈവം കൊണ്ടുവന്ന നിൻ്റെ കഴിവല്ലടോ, നിൻ്റെ പഠിത്തം അല്ലടോ, നിൻ്റെ മെമ്മറി പവർ അല്ലടോ. നിന്നെക്കാൾ നന്നായി ഉരുണ്ട അക്ഷരത്തിൽ പരീക്ഷ എഴുതിയ പലത് തൊലഞ്ഞപ്പം നീ നിൽക്കുന്നത് അവൻ്റെ കൃപയിലാണടോ. കമാൺ, അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? നിന്നെക്കാളും കാണാതെ പഠിച്ചവർ, നിന്നെക്കാളും അധ്വാനിച്ചവർ, അവർക്കൊന്നും ഇല്ലാത്ത വീട്, അവർക്കൊന്നും ഇല്ലാത്ത വരുമാനം, അവർക്കൊന്നും ഇല്ലാത്ത ദൈവകൃപ തന്ന ദൈവം നിന്നെ പരിപാലിച്ചെങ്കിൽ ഇന്നലത്തെ ദൈവം ഇന്നും ജീവിക്കുന്നു, നാളെയും നടത്തുവാൻ ശക്തനാണ്. നാളെയും നടത്തുവാൻ ശക്തനാണ്. കൊട്ടാരത്തിൽ പടിക്കെട്ടുണ്ടല്ലോ, കൃപ കയറ്റോടോ, കൃപ കയറ്റും. എല്ലാ കൊച്ചുമക്കളും കേട്ടാട്ടെ, കൃപ കയറ്റും. സ്തോത്രം. പല എക്സാമിനേഷൻ അടുത്ത് വരികയാണ് അടുത്ത മാസങ്ങളിൽ. സ്തോത്രം. കൃപ വാതിലുകളെ തുറക്കുവാൻ പോകുന്നു. കൃപ എഴുതിയിടുകി പ്രവചന ദൂത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് കൃപ നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. ആ ദർബാർ ഹാളിൽ ആ ഭടന്മാരായിരിക്കാം മുടന്തനായവനെ, കയ്യെക്കാളും കാല് ശോഷിച്ച 5 വയസ്സുകാരൻ, ഡാമേജായി തകർന്നവൻ, 5 വയസ്സിൽ സംഭവിച്ച ഡ്രാമയാ, 5 വയസ്സിൽ സംഭവിച്ച ആഘാതമാ. നിന്റെ എത്രാമത്തെ വയസ്സിലാണ് ആ ആഘാതം ഉണ്ടായേ? നീ എത്രാമത്തെ വയസ്സിലാണ് തൊലഞ്ഞത്? നീ എത്രാമത്തെ വയസ്സിലാണ് നിലവിളിച്ചേ? നീ എത്രാമത്തെ വയസ്സിലാണ് ദുഃഖപുത്രനായത്, ദുഃഖപുത്രിയായത്? ഞാൻ പറയും 5 വയസ്സ് മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിക്കുന്ന കണ്ണുനീരില്ല, എന്ന് ജീവിക്കുന്ന കണ്ണുനീരില്ല. കയ്യേക്കാൾ ശോഷിച്ച കാര്യമായി ഞാനിരിക്കുക. പക്ഷേ കൃപ ഇനിയൊരു രഥത്തിൽ കയറാമെന്ന് വിചാരിച്ചതല്ല, ഇനിയൊരു കൊട്ടാരത്തിൻ്റെ പടവിൽ ചവിട്ടാമെന്ന് വിചാരിച്ചതല്ല, ഇനിയൊരു ദർബാർ ഹാൾ കാണുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ കൃപ എന്നെ ലോദേബാനിൽ നിന്ന് ഇതാ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ രാജാവ് അവനെ നോക്കി, ഓഹോ, ശൗലിൻ്റെ കുടുംബത്തിൽ ഫോർ ദ സേക്ക് ഓഫ് യോനാഥാൻ നിമിത്തം ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ പിതാവായ ദൈവം ചോദിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമിയ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? കേട്ടില്ല. യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് പേയാട് പള്ളിമുക്കിൽ ആദാമിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? കരങ്ങളെ ഉയർത്തി ആമേൻ പറ. കരങ്ങൾ ഉയർത്തി പറ, ഞാനുണ്ട്, ദയ കാണിക്കണമേ. കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി നിലവിളിച്ചു പറ, ഞാനുണ്ട്, എന്നോട് ദയ കാണിക്കണമേ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. എന്നോട് ദയ കാണിക്കണമേ, എന്നോട് ദയ കാണിക്കണേ. കരയാൻ മടിക്കല്ലേ. കണ്ണുനീരുണ്ടോ? ലൈഫ് ജയിച്ചു. ദൈവത്തിന് മുൻപിൽ കണ്ണുനീരുണ്ടോ? ലൈഫ് ജയിച്ചു. ജീവിതം, സ്തോത്രം, അതെ, ജീവിതം തൊലയാതിരിക്കുന്നത് എന്നെ പോലെയുള്ളവൻ മണിക്കൂറോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നത് കൊണ്ടാണ്. ലോദേവാനിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, ഒരു രഥത്തിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, കൊട്ടാരം കാണുമെന്ന് വിചാരിച്ചില്ല, സ്തോത്രം, ദർബാർ ഹാളിൽ എത്തുമെന്ന് വിചാരിച്ചില്ല. ഫോർ ദ സേക്ക് ഓഫ് ജോനാഥാൻ ഇഫ് എനിവൺ ലെഫ്റ്റ് ഓവർ ഇൻ ദ ഹൗസ് ഓഫ് സൗൾ, ശൗലിൻ്റെ കുടുംബത്തിൽ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇതാണ്ട് ഒരുത്തം വന്നിരിക്കുന്നു. വന്നതല്ല, അവനെ കൊണ്ടുവന്നതാ, അവനെ കൃപ കൊണ്ടുവന്നതാ. ദാവീദ് അവനെ നോക്കിയിട്ട് ആ പുരികം
ഇതുപോലത്തെ പുരികം എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലത്തെ ഈ ചള്ള, ഈ കവള് എനിക്ക് ഓർമ്മയുണ്ട്. ഈ തലമുടി, ഇതുപോലത്തെ തലമുടി എനിക്ക് ഓർമ്മയുണ്ട്. ആ കൈയെ കണ്ടപ്പോൾ ഇതുപോലത്തെ കൈ എനിക്ക് ഓർമ്മയുണ്ട്. അതെവിടെ വെച്ചാ ദാവീദ് ഓർമ്മയുള്ളേ? അത് മരുഭൂമിയിൽ ഞാൻ കിടന്ന് പിടയ്ക്കുമ്പോൾ എന്നെ തേടി വന്ന യോനാഥാൻ ഇതേ ഫീച്ചേഴ്സ് ഉള്ളതാ. അർത്ഥം, ക്രൂശിൽ കിടന്നവൻ പിടയ്ക്കുമ്പോൾ ക്രൂസിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അവൻ നിന്നെ കണ്ടു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഓ, രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ ക്രൂസിൽ കിടന്ന് പിടഞ്ഞപ്പോൾ നിന്റെ അപ്പനും അമ്മയും നിന്നെ കണ്ടില്ല, നിന്റെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് നിന്നെ കണ്ടില്ല. പലരും നിന്നെ വെറുത്തു, പലരും നിന്നെ ചതിച്ചു, പലരും നിന്നെ തേച്ചിട്ട് പോയി. എന്നാൽ അഗ്നി ജ്വാലക്കത്ത കണ്ണോട് കൂടി അവൻ ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ഇല്ല കുട്ടി, ഞാൻ നിന്നെ തള്ളുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഓ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? നസറേനായ യേശു നിമിത്തം ദയ കാണിക്കേണ്ടതിന് ആദാമിയ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ദാവീദ് പറഞ്ഞു, നീ എങ്ങാണ്ട് ഒതുങ്ങി ജീവിക്കേണ്ടവനല്ല. എഴുന്നേറ്റുന്നേ. നീ എങ്ങാണ്ട് ഒതുങ്ങി ജീവിക്കേണ്ടവനല്ല. നീ കരഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് തകർന്ന് ജീവിക്കേണ്ടവനല്ല. നീ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവിൻ്റെ കൊച്ചുമകനാണ്. ഒരിക്കൽ കൂടെ, നീ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവിൻ്റെ കൊച്ചുമകനാണ്. നീ ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവിൻ്റെ കൊച്ചുമകനാണ്. നീ രാജകുമാരനാണ്. ആരെങ്കിലും ആമേൻ പറഞ്ഞോ? കേട്ടില്ല? ആരെങ്കിലും ആമേൻ പറഞ്ഞോ? ഓ, ഒരു പക്ഷേ നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച് ഞാൻ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾ പറയും പൊടിയാണ്, പുഴുവാണ്, തുരുമ്പാണ്, ഒന്നുമല്ലാത്തവനാണ്. തെറ്റ്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നോ, നീ പ്രിൻസാണ്, നീ പ്രിൻസസ് ആണ്, നീ രാജകുമാരനാണ്, നീ രാജകുമാരത്തിയാണ്. നിന്റെ സ്റ്റാറ്റസിനെ ഞാൻ മാറ്റാൻ വേണ്ടി പോകുന്നു. നീ ഭിക്ഷക്കാരനല്ല. നീ മറ്റുള്ളവൻ്റെ ഓശാരം കൊണ്ടല്ല നീ ജീവിക്കേണ്ടത്, മറ്റുള്ളവൻ്റെ ദയ കൊണ്ടല്ല നീ ജീവിക്കേണ്ടത്. കർത്താവ് പറയും, എൻ്റെ ദയയിലായിരിക്കും നീ ഇന്നു മുതൽ ജീവിക്കുന്നത്. വല്ലവൻ്റെയും ദയയിലല്ല നീ ജീവിക്കേണ്ടത്, കർത്താവിൻ്റെ ദയയിലായിരിക്കും നീ ജീവിക്കുന്നത്. വല്ല ഡീക്കനോ വല്ല ചർച്ച് സെക്രട്ടറിയോ ദയയല്ല കാണിക്കുന്നത്. സ്വർഗത്തിലെ മനുഷ്യൻ അളന്ന് നൽകും, ദൈവം അളക്കാതെ നൽകും. അതുകൊണ്ട് നീ രാജകുമാരനാണ്. ഇന്ന് രാത്രി മുതൽ നീ എൻ്റെ കൊട്ടാരത്തിൽ പാർത്തോളാം. ഇന്നു മുതൽ നീ ലോദേവാനിലേക്ക് മടങ്ങണ്ട, വേറൊരു പട്ടണത്തിലല്ല. സ്തോത്രം. നീ ആദ്യം ദാവീദ് പറഞ്ഞത്, ഹേ മെഫിബോശത്തെ, നീ ഭയപ്പെടേണ്ട. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ഭയപ്പെടേണ്ട? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ഭയപ്പെടേണ്ട? ഇന്ന് രാത്രി ഈ ജനത്തെ നോക്കി ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട.